സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഞാനിപ്പോ പറയാം മരിച്ചുപോയി. അയാളെ അവസാനം ജീവനോട് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അന്നും ആൽബി ഇത് തന്നെ പറയണം. വിശ്വസിക്കുന്നു ഇപ്പോഴും ജീവനോടെ. ശരിക്കും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡറാണ്. സുകുമാരക്കുറുപ്പ് മരിച്ചോ ജീവിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്ത റിപ്പോർട്ട് മാത്രം ശാസ്ത്രീയമായി പരിശോധന നടത്തിയാൽ ഉന്നതരുടെ ഇടപെടലാണോ സുകുമാരക്കുറുപ്പ് രക്ഷപ്പെടാൻ കാരണം? ഇത് ആദ്യമായിട്ടല്ല ഇദ്ദേഹത്തിന്റെ മരണം സൃഷ്ടിക്കുന്നത്. ഉന്നത രാഷ്ട്രീയ നേതൃത്വം അതിൽ ഇടപെടുകയും ചെയ്തതാണ് അദ്ദേഹം അന്ന് രക്ഷപ്പെടാൻ. പ്ലാൻഡ് ആയിട്ട് സ്കെച്ച് ചെയ്ത ഒരു കാര്യം. സുകുമാരക്കുറുപ്പിനെ പിടികൂടാത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? ഞാൻ ഇതിന്റെ പുറകെ പോയിട്ട് ഡൽഹിയിൽ നിന്നാണ് ഭീഷണി വന്നത്. 24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഗോപു നന്ദില ജി മാർട്ട് തമിഴ് ബൈ SK. നമ്മുടെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഏറ്റവും ദുരൂഹത നിറഞ്ഞ ഒരു കേസ് ഫയലാണ് നമ്മുടെ സുകുമാരക്കുറുപ്പിൻ്റേത്. കുറെ കാലമായി നമ്മുടെ പോലീസ് അന്വേഷിക്കുകയാണ് ഈ കുറിപ്പ് എവിടെയോ ഉണ്ടെന്ന്. നിങ്ങൾക്കറിയാം, വലിയൊരു ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി ഒരു ഫിലിം റെപ്രസെന്റേറ്റീവിനെ കൊലപ്പെടുത്തി മുങ്ങിക്കളഞ്ഞ അന്ന് മുങ്ങിയതിനു ശേഷം പലയിടങ്ങളിലും പൊങ്ങി എന്ന് കേട്ടെങ്കിലും ഒരു സ്ഥലത്തു നിന്നും പോലീസിന് പൊക്കാൻ കഴിഞ്ഞില്ല ഈ സുകുമാരക്കുറുപ്പിനെ. ഈ അടുത്തിടെ ക്രൈംബ്രാഞ്ച് വീണ്ടും ആ ഫയലൊന്ന് പൊക്കി നോക്കി. എന്തിനാണെന്ന് അറിയില്ല. എന്തായാലും കുറുപ്പ് എവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ. ചിലപ്പോൾ ഒരു 80 വയസ്സ് കാണും. 80 വയസ്സുണ്ടെങ്കിലും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചു കാണില്ല. കാര്യം ഇങ്ങനെയുള്ള ആളുകളൊന്നും അത്ര എളുപ്പം മരിക്കത്തില്ല. വല്ലാത്തൊരു വിഷവിത്തല്ലേ ഈ മനുഷ്യൻ. ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇവരാണ് സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിലെ ASIയും റിട്ടയർഡ് SIയുമായ CH അലി അക്ബർ. ചുടുകാട്ടിൽ നിന്നും ശവശരീരം എടുക്കാൻ സുകുമാരക്കുറുപ്പ് കൊട്ടേഷൻ കൊടുത്ത ഇറച്ചി ആൽബിൻ എന്നറിയപ്പെടുന്ന മാത്യു ആൽബിൻ. സുകുമാരക്കുറുപ്പിനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട ടാക്സി ഡ്രൈവർ ശിവദാസൻ K. സുകുമാരക്കുറുപ്പിനെ കുറിച്ച് പ്രചരിച്ച കഥകൾ അന്വേഷിച്ചു പോയ IT അധ്യാപകൻ റോമി ജെയിംസ്. ക്രൈം പത്രാധിപർ TP നന്ദകുമാർ. സുകുമാരക്കുറുപ്പിനെ കുറിച്ച് പരമ്പരയായി ബ്ലോഗുകൾ ചെയ്ത അനൂപ് ആക്ഷൻ ബ്ലോഗിലെ അനൂപ് KG. സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ അന്വേഷണം നടത്തിയ മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി. സുകുമാരക്കുറുപ്പിന്റെ ജീവിതകഥ പശ്ചാത്തലമാക്കിയ കുറുപ്പ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ജിതിൻ K. ജോസ്. മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് KM ആന്റണി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗീത ജേക്കബ്. ഹൈക്കോടതി അഭിഭാഷകൻ ആദിത്യൻ ഏഴാപ്പള്ളി. താങ്കൾ ഇപ്പോൾ പറഞ്ഞ സംഭവമാണ് ശരിക്കും വീണ്ടും ഇതൊന്ന് ചർച്ച ചെയ്യാൻ കാരണമായത്. ക്രൈംബ്രാഞ്ച് ഫയൽ തുറന്നു നോക്കിയതല്ല ശരിക്കും. അപ്പോൾ ഈ അങ്ങ് പറഞ്ഞു ശരിക്കും അദ്ദേഹത്തെ രക്ഷപ്പെടാൻ ചില രാഷ്ട്രീയ പ്രവർത്തകർ ശ്രമിച്ചു, അതുപോലെ പോലീസിൽ നിന്ന് അതിന് സഹായം കിട്ടി. അതൊക്കെ അങ്ങ് ഉത്തമ വിശ്വാസത്തിൽ തന്നെ പറഞ്ഞതാണോ? കേരള പോലീസിന്റെ കഴിവും കേരള പോലീസിന്റെ നിലവിലുള്ള അന്വേഷണ പാഠവും വെച്ച് ഞാൻ അന്വേഷിച്ചിട്ടുള്ള നിരവധി കേസുകളിൽ ഞാൻ അന്വേഷിച്ച രീതി അനുസരിച്ചും ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഒട്ടനവധി പോരായ്മകൾ സംഭവിച്ചിട്ടുള്ളതായി മനസ്സിലാക്കി. മാത്രമല്ല, ആ കേസിലെ പ്രതികളാകേണ്ടിയിരുന്ന ചില ആളുകൾ പ്രതിസ്ഥാനത്ത് അന്ന് വരാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ ഫയൽ പ്രേക്ഷകർ ഓർമ്മിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, എത്ര പേരായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘത്തിലുണ്ടായിരുന്നത്? അന്ന് ഈ ഞങ്ങളെ ഒരു ഇൻവെസ്റ്റിഗേഷന് ഒരു പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തലവൻ ദിന്ത്യൻ അഗർവാൾ സാർ ഏൽപ്പിച്ചത്. ഏത് സാഹചര്യത്തിലാണ് ഈ കുറിപ്പിന്റെ ഈ വിക്രിയ ഉണ്ടല്ലോ അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത സാഹചര്യം? ലോക്കൽ പോലീസ് ആദ്യം അന്വേഷിച്ചോ ഈ കേസ്? 2 വർഷം ലോക്കൽ പോലീസാണ് അന്വേഷിച്ചത്. മാവേലിക്കര പോലീസാണ് അന്വേഷിച്ചത്. എന്നിട്ട് ഒരു മുമ്പ് കിട്ടിയില്ല? അന്ന് അതിനകത്ത് കുറെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പക്ഷെ സുകുമാരക്കുറുപ്പിനെ അന്ന് അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് പിടിക്കാമായിരുന്നു. അന്ന് കുറിപ്പ് ഇന്ത്യ വിട്ടു പോയിട്ടില്ല, കേരളം വിട്ടു പോയിട്ടില്ല. അന്നത്തെ ദിവസം തന്നെ പിടിക്കാമായിരുന്നു. അങ്ങയുടെ മനസ്സിലെ ഈ മാവേലിക്കര ചുറ്റും കുറിപ്പുണ്ടായിരുന്നോ? അല്ല, അത് ഇന്ന് ഈ പറയുന്നത് പോലുള്ള കഥകളൊന്നുമല്ല. ഏതൊരു പോലീസ് കോൺസ്റ്റബിളിനും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമാകുന്ന തരത്തിലാണ് ആ കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറ്റിലേക്ക് ആ കാറ് കിടന്നത്. അത് ആ കാറിൽ ഇരുന്ന ഡ്രൈവർ അയാള് നാച്ചുറലായി ഓടിച്ചുകൊണ്ട് വന്ന ആക്സിഡന്റിൽ പെട്ടതാണെങ്കിൽ അത് തീ പിടിച്ചാൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും, അതല്ലാതെ ആ സീറ്റിൽ വെച്ചുകൊണ്ട് ഒരാളെ കത്തിച്ചുകൊണ്ട് ആ കാറ് തെള്ളി അവിടെ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ആക്സിഡന്റ് അല്ല എന്ന് പോലീസിലെ ഏതൊരു കുഞ്ഞിനും പ്രഥമ ദൃഷ്ടിയാ തന്നെ മനസ്സിലാകുന്ന തരത്തിലാണ് ആ കാറ് കിടന്നത്. അപ്പോൾ അത് അന്ന് തന്നെ ശക്തമായ വിശകലനം ചെയ്തുകൊണ്ട് ഒരു മുന്നേറ്റം നടത്തിയിരുന്നുവെങ്കിൽ സുകുമാരക്കുറുപ്പ് രക്ഷപ്പെട്ടു പോകില്ലായിരുന്നു. അല്ല, ഈ കുറുപ്പിനെ രക്ഷപ്പെടുത്താൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചില സഹായിച്ചു, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരായ ചില ആൾക്കാർ സഹായിച്ചു. ഇപ്പം ഏറ്റവും അവസാനം
ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം സൂചിപ്പിച്ചാന്ന് തോന്നുന്നു, ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്നാണ് അല്ലേ അദ്ദേഹം പറഞ്ഞിട്ടാണ് അല്ലേ, അങ്ങനെയല്ലേ സംഭവം അങ്ങ് പറഞ്ഞത്? ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. ആ, അദ്ദേഹം എന്നെ വണ്ടി വിളിച്ചത്. ശിവദാസൻ അന്ന് ടാക്സി ഓടിക്കുകയായിരുന്നു. ഞാൻ 47 വർഷം കൊണ്ട് ഇപ്പോഴും വണ്ടി ഓടിക്കുക. ഓക്കെ, എനിക്കൊന്ന് വണ്ടി കയറിയിട്ടുള്ളത് ഏറ്റവും വലിയ VIP സുകുമാരക്കുറുപ്പ് തന്നെയാണ് അല്ലേ? ഇപ്പൊ തോന്നുന്നതാ. ആ, കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേ കൊണ്ടുവിട്ടത്. മാവേലിക്ക് റെയിൽവേ സ്റ്റേഷൻ പോകണമെന്നാ പറഞ്ഞ് വണ്ടി വിളിച്ചത്. ആ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു സമയം പോയി, കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. 2 പേരുണ്ടായിരുന്നു. അല്ല, ഈ ശരിക്കും അങ്ങയുടെ ആരാ പറഞ്ഞത് ഇങ്ങനൊരു വണ്ടിയുടെ ആവശ്യമുണ്ടെന്ന്? വണ്ടി വിളിച്ചത് ചെന്നല്ലൂർ രാധാകൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞ ആളാ. അതൊരു കുറുപ്പാ? അത് കുറുപ്പാ. വൈകിട്ട് 7 മണിക്ക് വരണം. എന്ത് ആവശ്യം പറഞ്ഞാ വണ്ടി വിളിച്ചത്? 2 പേരെ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിടാനെന്ന് പറഞ്ഞു. വൈകിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാ മാവേലിക്കരയല്ല കൊല്ലത്താ കൊണ്ടുവിട്ടാൽ മതി എന്ന് പറഞ്ഞു. അവർ 2 പേരും കയറി. ആരാന്ന് ചോദിച്ചോ അങ്ങ്? ഞാൻ ചോദിച്ചില്ല, അതിന്റെ ആവശ്യമില്ല. ഇല്ല, ഈ പുള്ളി അറിയാവുന്ന, എനിക്ക് വണ്ടി പറഞ്ഞു വിട്ട ആളുടെ അറിയാവുന്ന. അപ്പൊ എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. അവർ 2 പേര് കയറി കൊല്ലത്ത്. അന്ന് അവരുടെ ഒരു പ്രകൃതം എങ്ങനെ ഉണ്ടായിരുന്നു? 2 പേരും പുറയിലായിരുന്നത്. പേടിച്ചരണ്ട മുഖഭാവമൊക്കെ ആയിരുന്നു. ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ ഹൈവേ കയറി പിന്നെ സ്പീഡിൽ വിട്ടപ്പോൾ പുറകിനൊരു വണ്ടി വന്നു. അതിനെ ഓവർടേക്ക് ചെയ്ത് വിട്ടേക്കാൻ പറഞ്ഞു, പതിയെ പോയാൽ മതി എന്ന് പറഞ്ഞു. അതന്ന് തൃശ്ശൂർ കളക്ടറേറ്റിലെ വണ്ടിയായിരുന്നു. ഞാൻ എപ്പോഴും എനിക്ക് സർക്കാർ ബോർഡ് ഞാൻ നോക്കി. അങ്ങനെ പോയി. പിന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറ്റണ്ട, വാതിക്ക് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അവിടെ റോഡിൽ നിർത്തി. അന്ന് 148 രൂപയാ. അത്രയാ ആകുന്ന. അന്നത്തെ ചാർജ് കുറവില്ലേ, 3 രൂപ ചാർജ്. 48 രൂപ എന്ന് പറഞ്ഞ് 150 രൂപയും തന്നു. ഞാൻ തിരികെ പോരുകയും ചെയ്തു. അതിനിടയിൽ വണ്ടിയിൽ ഇത്രയും ദൂരം ഉണ്ടല്ലോ, മാവേലിക്കര ടു കൊല്ലം ഉണ്ടല്ലോ. ഈ യാത്രക്കിടയിൽ വല്ലതും സംസാരിച്ചോ കുറുപ്പ്? അവര് നമ്മൾ എന്തോ 2 പേരുണ്ടായിരുന്നു. അവരെന്തോ 2 പേരിൽ ആരാ കുറുപ്പെന്ന് മനസ്സിലായിരുന്നു? ഇല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. പോലീസ് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം എപ്പോഴാ മനസ്സിലായത് കുറുപ്പാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞ് പോലീസ് എന്നെ വിളിച്ചു. വിളിച്ച് അവിടെ ചെന്ന് ചോദ്യം ചെയ്തു. ഇന്ന ദിവസം ഓട്ടം പോയെന്ന് ചോദിച്ചു. നമ്മൾ ട്രിപ്പ് ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ട്രിപ്പ് ഷീറ്റ് എല്ലാം നോക്കിയപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ടുണ്ട് 2 പേര് എന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ ഫോട്ടോ കാണിച്ചു. ഈ നോക്കിയ ഈ ആളുമല്ലോ ആണെന്ന്. ഞാൻ പറഞ്ഞു ഏകദേശം ഈ ആള് തന്നെ അന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറയുന്നത് ഇത് സുകുമാരക്കുറുപ്പും പൊന്നപ്പനുമായിരുന്നു. പക്ഷെ കുറുപ്പ് വേഷമൊന്നും മാറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. ഒന്നുമില്ല, മുഖമൊന്നും ഒന്നുമില്ലായിരുന്നു. ഇങ്ങനെ പോലീസായ എന്നോട് പറഞ്ഞത് അവരായിരുന്നെന്ന്. ഈ ഫോട്ടോ വണ്ടിയിൽ അടക്കി പിടിച്ച സംസാരം ഒന്നുമില്ലായിരുന്നു. പെരുമാറി. പൈസ ആരായിരുന്നു? കുറുപ്പാണോ കുറുപ്പിന്റെ കൂടെ ഉണ്ടായിരുന്നു? പിന്നെ കാണാന്നല്ലോ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, യാതൊന്നും പറഞ്ഞില്ല. അവരെ ഇറക്കി നിർത്തി. ഞാൻ വണ്ടിയിൽ തിരിച്ചു പോരുകയും ചെയ്തു. സംസാരിക്കാൻ പറ്റാതെ പോയൊരു നഷ്ടബോധമായിട്ട് തോന്നുമോ ഇപ്പോ? ഒന്നും തോന്നുന്നില്ല. ഓക്കെ, എന്നിട്ട് അങ്ങ് ബാക്കി കാര്യം പറഞ്ഞാൽ ഈ ഇദ്ദേഹം ഈ കഥ പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ പോലീസിൽ കയറിയിട്ടില്ല. ഇല്ല. അപ്പൊ ഞാൻ 90 കുറുപ്പ് അകത്തും നിങ്ങൾ പുറത്തു പോവാ? അതെ, ഞാൻ പറഞ്ഞത് ഈ 2017 ഞാൻ കണ്ടെത്തിയ റിപ്പോർട്ടിലാണ് പൊളിറ്റിക്കൽ സപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നതനുസരിച്ച് അന്ന് ഇതുപോലെ സഹായം ലഭിച്ചു എന്നാ അദ്ദേഹം പറയുന്ന ഒരു ആളിനെ കുറിച്ചല്ല. അത്രത്തോളം ശക്തരായ ചില ആളുകള് ഈ കുറുപ്പിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സ്വാധീനമുള്ള ശക്തന്മാരാണ്. അവരെ പ്രാദേശികമായി ജനസപ്പോർട്ടുണ്ട്, സാമ്പത്തികമായി ഉന്നത നിലവാരത്തിലുള്ളവരാണ്. ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കലി കമ്മ്യൂണലി ഒക്കെ നല്ല ബന്ധങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു സംശയം ചോദിക്കാം. ഇത്രയൊക്കെ കാശുള്ളവരാണെങ്കിൽ ഈ ഒരു വലിയ ഇൻഷുറൻസ് തുക കിട്ടുമെന്നും പറഞ്ഞ് ഇങ്ങനൊരു അബദ്ധം ആരെങ്കിലും ചെയ്യൂ? പണത്തിനെ മോഹിക്കുന്ന ആള് എത്ര കിട്ടിയാലും വീണ്ടും മാത്രമല്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കുറ്റകൃത്യം ചെയ്താൽ എനിക്കൊന്നും സംഭവിക്കാനില്ല, എനിക്ക് ഇത്രയൊക്കെ വരൂ എന്ന് ചിന്തിക്കും. ഇപ്പൊ ഞാനൊരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അനന്തരഫലം ഇന്നതാകുമെന്ന് ചിന്തിക്കുമ്പോഴാണല്ലോ പിന്മാറുന്നത്. എനിക്കൊന്നും സംഭവിക്കാനില്ല, നമുക്ക് ഇന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഞാൻ ചോദിക്കുന്നത്, ഇയാളുടെ ഒരു ഇൻഷുറൻസ് തുക കിട്ടാൻ ഈ ചാക്കോയെ പോലെ ഇയാൾ അത്ര ഉയരമുള്ള ഒരാൾ മതി എന്ന് ചിന്തിച്ച ബുദ്ധി എന്തോ അങ്ങയുടെ അന്വേഷണത്തിൽ മനസ്സിലായത്? അത് ആദ്യം ഒരാളെ കൊല്ലുക ഒരാളെ കൊല്ലുക എന്നുള്ളതായിരുന്നില്ല ആദ്യത്തെ അവരുടെ ചിന്ത. ആദ്യം അവർ അയാളുടെ ബന്ധുവായ മധുസൂദനൻ പിള്ള എന്ന് പറയുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ലാബ് അസിസ്റ്റന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് മോർച്ചറിയിൽ നിന്നൊരു ബോഡി എടുക്കാൻ ബോഡി മതിയായിരുന്നു. ആദ്യം അങ്ങനെയാണ് ചിന്തിച്ചത്. അത് കഴിഞ്ഞ് പുന്നപ്ര വില രക്തസാക്ഷി ബോഡി എടുക്കാനായിട്ട് അടുത്ത പറഞ്ഞ് സംസാരിച്ചു ധാരണയായി. ഒരു സെക്കൻഡ്. അപ്പൊ ഇദ്ദേഹം അല്ലേ ഒരു ബോഡി എടുക്കാൻ വേണ്ടി കൊട്ടേഷൻ കിട്ടിയ ആളാണ്? ഞാൻ കൊട്ടേഷൻ എടുത്ത കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു, 82 കാലഘട്ടങ്ങളിലൊക്കെ. എവിടെയെങ്കിലും വീട് പണി നടന്നാൽ കോൺക്രീറ്റ് അടക്കുമ്പോൾ എനിക്ക് പൈസ വേണം. അത് എന്റെ ടീമിൽ തന്നെ നല്ല പെർഫോം ചെയ്ത കാലമല്ലേ? നല്ല കൊട്ടേഷനും വെട്ടും കുത്തും കൊലപാതകവും എല്ലാം ഉണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരൻ ഏഷ്യാനെറ്റി പണ്ടെന്ന് ഏറ്റുമുട്ടിയതാ അല്ലേ ആൽബിക്ക് ഓർമ്മയുണ്ട്? നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടി. മാത്രമല്ല ആൽബി പിന്നെ
ആൽബിയുടെ ജീവിതകഥ സിനിമയായി. ഇപ്പൊ പിന്നെ ഇപ്പൊ ആത്മീയ പരിവേഷത്തിലായി. വല്ലാത്ത മാറ്റമാണ്. അപ്പൊ ഞാനവിടെ എൻ്റെ അടുത്ത് കൂട്ടുകാർ പറഞ്ഞു ഇങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒരു മുതലാളി അന്ന് വീട് പണി തുടങ്ങിയിട്ടുണ്ട്, രണ്ടാമത്തെ വാർക്കയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ നോക്കി ഞാൻ പറഞ്ഞു ആരുടെ ചോദിച്ചോടാ വീട് പണി തുടങ്ങിയെന്ന്. ആൽബി ചോദിച്ചു. ആ നാട്ടിൽ സാറിന് ആൽബിയുടെ ചോദിച്ച വീട് തുടങ്ങാറുള്ളൂ അല്ലേ? അതെ പൈസ കൊണ്ടുത്തരും. അപ്പൊ പാർട്ടിക്കാർക്ക് കൊടുക്കണോ നിനക്ക് ഇടണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാർട്ടി അപ്പൊ അവിടെയുള്ള പിള്ളേരെല്ലാം നമ്മുടെ പാർട്ടിക്കാർ പിള്ളേരാണ്. നമ്മുടെ ഒരു കൊട്ടേഷൻ എമൗണ്ട് എത്ര ഒരു വീട് കെട്ടാനായിട്ട്? ഒരു വീട്ടുകാര് ഒരു 5000 രൂപയെങ്കിലും വേണം. പക്ഷേ പറയുമ്പോഴേ ഞാൻ പൈസ തരും ആൾക്കാരല്ലേ? അത് എന്റെ കൂട്ടുകാർക്ക് എന്റെ പങ്കിട്ട് കൊടുക്കും ഞാൻ മഹാമനസ്കനായിരുന്നു അന്നല്ലേ? അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇയാള് ആദ്യമേ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ് പാർട്ടിക്കാർക്ക് പൈസ കൊടുത്തല്ലോ. പിന്നെ അവിടെ നിന്ന് എന്റെ കൂട്ടുകാരെ പഠിക്ക് നിൽക്കുന്നത് കോർപ്പറേറ്റ് നിൽക്കുന്നത്. അവര് പറഞ്ഞ് ഇറച്ചി ആൽബിനെ അറിയാൻ പാടില്ലെന്ന് ചോദിച്ചു. ഇറച്ചി ആൽബി ആയിരുന്നു അന്ന് പേര്. ഇറച്ചിക്കട ഉണ്ടായിരുന്നു, മനുഷ്യനെ വെട്ടുന്നതുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. പേരിട്ടവൻ അത്ര ഒരു ഭാവനയില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ അതുകൂടെ മഴുകൊടിയൻ, ഇറച്ചി പുരുഷൻ, കുറെ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ ഗൃതാവ് പൊടിയൻ, അതൊക്കെ പറയുമ്പോൾ ഒരു ചരിത്രമുണ്ട്. അത് നമുക്ക് വേറെ ദിവസം വിശദമായിട്ട് പറയണം. കാര്യം നാട്ടുകാർക്ക് വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണല്ലോ. അല്ല ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഇയാള് പറയും ഷെഡ് പണിതിട്ടുണ്ട്. ഷെഡിലെ വിളിച്ചിട്ട് പോയിട്ട് 1000 രൂപ തന്നു. എന്നിട്ട് പറഞ്ഞു നിന്റെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് നീയാണ് SIയുടെ വീട് കയറി വെട്ടിയതും കൊലക്കേസിലൊക്കെ പ്രതി, പൊടിയനൊക്കെ വന്ന കേസിലൊക്കെ പ്രതി, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അയാൾക്ക് ഒരു ക്രിമിനലിനെ വേണം ഇവിടെ. അത് ചെന്നാൽ അയാളെ ബോഡി അന്വേഷിക്കല അയാളുടെ പരിപാടി. ശരിക്കും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സുകുമാരക്കുറുപ്പിനോട് തന്നെയാ അല്ലേ? പിന്നെ അല്ലാണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിക്കുക, അയാളുമായിട്ട് ഒറ്റയ്ക്ക് ഞങ്ങൾ കൂടാ. അപ്പോൾ 1000 രൂപ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് എൻ്റെ ഇറച്ചിക്കട വരെ നമ്മൾ കാണാൻ പറഞ്ഞു. അപ്പോൾ ഒരു തിരക്ക്, അന്ന് ഞായറാഴ്ച ഒരുപാട് കച്ചവടമുണ്ട്. അപ്പോൾ പുള്ളി വന്ന് ഈ പറഞ്ഞ പൊന്നപ്പനായിട്ട് വന്ന് വെള്ള വണ്ടിയില്ല എംബാസഡർ. അപ്പോൾ ആ വണ്ടി വന്നു വെച്ചാൽ പുള്ളി ഇറക്കി വന്ന് ആൽബിനോ സംസാരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഇറച്ചി ആൽബിനെ പറഞ്ഞു. ഇറച്ചി നമ്മൾ അതൊന്നുമല്ല, എൻ്റെ പേര് ആൽബിൻ എന്നാണെന്ന്. വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എവിടെയാണ്? ഞാൻ പറയും റോഡിൻ്റെ അവിടെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലപ്പോഴാണ്, 3ാമത്തെ വീടാണെന്ന് പറഞ്ഞു. ഞാൻ ഇറച്ചി കച്ചവടം തീർന്ന് 3 മണിയാകുമ്പോൾ കയറി ഷാപ്പിൽ കയറി വെള്ളം കുടിച്ച് ചെല്ലുമ്പോഴും അയാൾ പോയിട്ട് രണ്ടാമതൊന്ന് വീട്ടിലിരിക്കുക. എൻ്റെ പെണ്ണുപിള്ളയുടെ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചത് എൻ്റെ അറിയൂ. അപ്പോൾ ഞങ്ങളൊരു മുറിയുണ്ട്. മുറി കയറി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. എനിക്ക് ഇങ്ങനെ പറഞ്ഞ് ഇൻഷുറൻസ് തട്ടിയെടുക്കാനാണ്, ആർക്കും ഉപകാരമില്ലാത്ത കാശ്, നിനക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം, ഒരു ബോഡി സംഘടിപ്പിച്ചിട്ടുണ്ട്, വെളുപ്പമുണ്ടല്ലോ കിട്ടാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോലീസിനെ പേടിച്ച് ചുടുകാട്ടിലെ കിടക്കണേ. ചുടുകാട്ടി കുഞ്ഞുമോനെ എൻ്റെ കൂട്ടുകാരനാ. എത്ര സെറ്റപ്പ് ഉണ്ട് നമുക്ക്? എത്ര പേരൊക്കെ അത് അവിടെ ചവം എല്ലാ സ്ഥലത്തും ചവം വരും, തീ കെടുത്തിട്ട് കൊടുത്തേ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പ്രധാനപ്പെട്ട ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന അനു ഇൻ്റർവ്യൂ ചെയ്ത ആളെ, പിന്നെ പുരുഷൻ, ഇറച്ചി പുരുഷനെ കിട്ടി റാപ്പിപ്പോയാണ് ഇൻ്റർവ്യൂ. അനു റാപ്പിപ്പോയാണ് ആളെ ഇൻ്റർവ്യൂ. അപ്പോൾ പുരുഷന് ഞാനും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 10000 രൂപ തന്നു. എവിടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ രണ്ടും കൂടെ വീട്ടിൽ ചെന്ന് 10000 രൂപ തന്നിട്ട് ഞാൻ എത്രയെന്ന് 25000 രൂപയ്ക്ക് കൊട്ടേഷൻ. അന്നത്തെ കാലത്ത് 25000 എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാ. പറഞ്ഞു ശരി. അപ്പം ഇയാൾ 15000 രൂപ തന്നു. അതിൽ കൂട്ടുകാരോട് ഞാൻ വെച്ചാൽ 5 ഞാൻ മാറ്റി അടിച്ചു മാറ്റി. 5 പറയുന്ന 10 രൂപയേ ഉള്ളു പുള്ളി തരാന്ന് പറഞ്ഞു. അങ്ങനെ 10 രൂപ. സാധാരണ ഈ കൊട്ടേഷൻ ഒക്കെ നേരിന്നറിയുള്ളവരായിട്ടാ. അല്ലല്ല, അത് ഇവര് കൊടുത്ത വെള്ളമടിച്ച് കളയത്തേ ഉള്ളു. ഞാൻ എന്റെ കുടുംബമൊക്കെ നോക്കും. എനിക്ക് അന്ന് 2 മക്കളുണ്ട്, 3 മക്കള്. ഇവരൊക്കെ പോയി വെള്ളമടിച്ച് കളയ, വീടുമില്ല, ഇങ്ങനെ നടക്കുന്നവര്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞ് സമ്മതിച്ചെന്നും പറഞ്ഞാണ് പൊന്നപ്പനായിട്ട് പിന്നെ വന്നു കാണാൻ, വീട്ടിൽ വന്നു. ഡ്രൈവർ പൊന്നപ്പൻ. അല്ല ഞാൻ ജയിലിൽ ഞങ്ങൾ ഒന്നിച്ച് കിടന്നേ. ഒന്നിച്ച് കിടന്നോ? 12 കൊല്ലം ജയിലിൽ കിടന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് സെൻട്രൽ ജയിലിൽ. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു എല്ലാ കാര്യവും ബ്രദറെ ആൽബിനെ ബ്രദറായിട്ടില്ല ആൽബിനെ എനിക്കറിയാൻ വന്നിട്ടുള്ള. ഞാൻ പറഞ്ഞു എന്തൊക്കെ കേൾക്കണേ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ചോദിച്ച അയാളോട് സുകുമാരക്കുറുപ്പ് മരിച്ചെന്ന് പറഞ്ഞു. മരിച്ചില്ലെന്ന് പറഞ്ഞു. അയാളൊരു പറഞ്ഞ വാക്കാണ്. അയാള് അന്ന് പറഞ്ഞതാണ്, ഇപ്പോഴല്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു എത്ര വർഷം മുമ്പ്, 90-ലാണ്. പക്ഷേ ആൽബിയുടെ ശ്രമം വിജയിച്ചോ? ഈ ബോഡി കണ്ടെത്താനുള്ള ശ്രമം? എനിക്ക് സാറേ ഈ 5000 രൂപയല്ല, അതിനേക്കാൾ ഞാൻ അന്ന് കടലിൽ ബോട്ടുകാരായിട്ട് അടിയുണ്ടായി.
എനിക്കൊരു വിരോധമുണ്ട്. ഈ വള്ളക്കാരടിക്കുന്നത് എനിക്കിഷ്ടമല്ല. കാരണം എൻ്റെ അപ്പനെ വള്ളത്തെ വെച്ചാൽ കൊന്നത്. അപ്പൊ കള്ളിക്കാട് ദേശാരമ്മളി എന്ന് പറയുന്ന മലയാളി പറഞ്ഞു ബോട്ടിന്റെ പതിക്ക് 13 ബോട്ടുണ്ട്. കുറച്ചുപേരെ വിട്ടു തരണം, വള്ളക്കാരടിക്കാനാണ് ഇങ്ങനെ ബോട്ടുകാരായിട്ട് വലിയ പ്രശ്നം നടക്കുന്നത്. അങ്ങനെ വട്ടേക്കര പോയപ്പോഴാണ് സുകുമാരക്കുറുപ്പ് പറഞ്ഞ ഡേറ്റിലും വള്ളക്കാരായിട്ട് അടിയായി 2 ദിവസം കഴിഞ്ഞാൽ വന്നേ. ഞങ്ങൾ 21 പേരുണ്ട്. അത് കാരണം ഈ നമുക്ക് ഈ സംഭവം സാധനം എത്തിക്കാൻ പറ്റിയില്ല. സാധനം എത്തിക്കല്ല, ഇവര് പറഞ്ഞ സ്പോട്ടിൽ വണ്ടി വരാതെന്നും വേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ബോഡി അന്വേഷിക്കുന്നതാണോ. അപ്പൊ ഞാൻ പറയടാ, ഈ തിരക്കിനിടെ നമ്മളെങ്ങനെയാണ് സുകുമാരക്കുറുപ്പല്ല ഇയാൾക്ക് മുതലാളിക്കൊരു ബോഡി സംഘടിപ്പിച്ചു കൊടുക്കുക. അത് പോകാൻ പറയാം. അയാൾ വന്ന് 2 അടി കൊടുത്തിട്ടുള്ള കാശ് കൂടെ മേടിച്ചുകൂടാ. അല്ല, ഈ നോർമലി നിങ്ങൾ അഥവാ ബോഡി കൊടുക്കണം എന്തൊരു ഐഡിയ മെഡിക്കൽ കോളേജ് വല്ല അടിച്ചു മാറ്റാനായിരുന്നു? അത് ഞാൻ ഐഡിയ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുത്തൻ വലിയ ശല്യമായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവൻ മോട്ടോർ മെക്കാനിക്ക. അവൻ എപ്പോഴും വന്ന് പോലീസുകാർക്ക് ശല്യം ചെയ്യുക, എന്നോട് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഒളിവിലിരിക്കും. അവനെ നോക്കി വെച്ചേക്കായിരുന്നല്ലേ? അവനെ തട്ടാതെ പറഞ്ഞിരിക്കരുത്. അവൻ നമ്മുടെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? മരിച്ചുപോയി. ഞാൻ ആൽബിയിലേക്ക് തിരിച്ചു വരാം. അല്ല, എന്നിട്ട് ഈ അന്വേഷണത്തിലെ യഥാർത്ഥത്തിൽ ഈ അങ്ങ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2017 കുറിപ്പ് വീണ്ടും ഇവിടെ എത്തിയെന്നല്ലേ പറഞ്ഞു? അല്ല, ഞാൻ കേരളത്തിലെ മകളുടെ കല്യാണത്തിന് അത് നമ്മൾ അവരുടെ കുടുംബാംഗങ്ങളെ വളരെ വിശദമായി, അതായത് ഞാനത് പരിശോധിച്ചപ്പോൾ ഞാൻ രാജ്യങ്ങൾ പറയല്ല, എല്ലാ ഭൂഖണ്ഡത്തിലും സുകുമാരക്കുറുപ്പിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അത്രയും ശക്തനാണ്. അമേരിക്ക, ലണ്ടൻ, കാനഡ, ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും, നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ആ ഫാമിലിക്ക് ബന്ധപ്പെട്ട രക്തബന്ധുക്കളും സംബന്ധ ബന്ധുക്കളുമായിട്ട് ആളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അപ്പം അത്രയും വലിയ ഒരു ബന്ധമുള്ള ഒരു ഫാമിലിയാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു നേതാവാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നിലധികം നേതാക്കന്മാർ ഉണ്ടായിരുന്നു. അതിൽ ഇത്തിരി തലമുത്ത നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തൊടാൻ പോലീസ് ഇറക്കുന്ന നേതാക്കന്മാരുമായി ബന്ധമുള്ള കുടുംബമായിരുന്നു. ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. ഒരു ശ്രമം ഇവര് വലിയ ചുടുകാട്ടിൽ നിന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ ആ ശ്മശാനം ശ്രമിച്ചു നോക്കി. എന്റെ അന്വേഷണത്തിൽ ശ്രമിച്ചു നോക്കിയതായി വിവരം കിട്ടി. ആ ശ്മശാനം സൂക്ഷിപ്പുകാരൻ അതിന് തയ്യാറായില്ല, കൊടുക്കാൻ തയ്യാറായില്ല. കൊടുക്കാൻ തയ്യാറായി ഞാൻ തന്നെ ആള്. ഞാൻ തന്നെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചുടുകാട് മാടനായിട്ട് പറഞ്ഞ്. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ അന്വേഷണ സമയത്ത് ഇവരെ ആരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഈ കാണാതെയാണ് ഞാൻ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടിട്ടില്ല ഇവരെ. ആൽബിനെ എനിക്കറിയാം, പക്ഷെ ആൽബിനോട് ഞാൻ ഈ സംഭവത്തെ സംബന്ധിച്ച് ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ റിപ്പോർട്ടിൽ ഈ സംഭവങ്ങളെ കുറിച്ചുണ്ട് പറഞ്ഞല്ലേ. അപ്പൊ ഈ രക്ഷപ്പെടാൻ ശ്രമിച്ചതിൽ സഹായിച്ചിട്ടുള്ള ആളുകൾ മാത്രമല്ല. ഈ കേസിലാണോ ആൽബി അകത്ത് പോയത്? അല്ല, അത് വേറെ കേസിലാണ്. അല്ല, അകത്തു പോകേണ്ടിയിരുന്ന പലരെയും അന്നത്തെ പ്രോസിക്യൂഷനിൽ കണ്ടെത്തിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. കണ്ടെത്തിയില്ല. അല്ല, അങ്ങന്ന് അവരുടെ പേരുകളൊക്കെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. ഞാൻ എന്റെ റിപ്പോർട്ടില് അത് സത്യത്തിൽ ഇപ്പോഴും ഈ കേസ് പുനരന്വേഷിക്കുന്നതിൽ ഏറ്റവും ഈ കേരളത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്വേഷിക്കുന്നുണ്ടോ? അന്വേഷിക്കുന്നു എന്നല്ല ഇപ്പൊ അന്വേഷിക്കാം എന്നുള്ള നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ആ ഫയൽ നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. DGP എന്നോടാ പറഞ്ഞത് തുടരന്വേഷണം വേണം. അതാണ് പുനരന്വേഷണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവസാനിപ്പിച്ചിട്ടില്ല. തുടരന്വേഷണം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ഈ അന്നത്തെ അന്വേഷണത്തിൽ ഒരുപാട് പഴുതുകൾ എന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ പോലീസിൽ കയറുന്നതിന് മുമ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പഴുത് എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട പഴുത് എന്ന് പറയുന്നത് അതിലെ മർമ്മപ്രധാനമായി ഗൂഢാലോചനയിൽ പങ്കെടുത്ത പല ആളുകളെയും കേസിന്റെ പ്രതിസ്ഥാനത്ത് വന്നില്ല. പ്രധാനപ്പെട്ട അത് ആരാണത് മാറ്റി വെച്ചത്? അതൊന്നും പറയാൻ പറ്റത്തില്ല. അല്ല, ഈ അടുത്തിടെ കുറിപ്പ് കേരളത്തിൽ വന്നു മകളുടെ കല്യാണത്തിന്. അല്ല, ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു അമ്പലത്തിലെ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്തിയിരുന്നു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് വിശ്വസിക്കാനും അവിശ്വസിക്കാനും പറ്റാത്ത തരത്തിൽ അയാൾ പറഞ്ഞ മറ്റു പല കുടുംബത്തെ രഹസ്യങ്ങളും ഞാൻ വെരിഫൈ ചെയ്തപ്പോൾ 100% കറക്റ്റ് ആയിരുന്നു. എനിക്ക് വിവരം തന്ന ആള്. അപ്പോൾ അയാളുടെ ആ വാദം തള്ളിക്കളയാൻ പറ്റില്ല. ഒന്ന്, ഒരു മരണം നടന്ന ഒരു വീട്, ഒരു കുടുംബാംഗങ്ങള്, എന്തായാലും അവരുടെ വീട്ടിൽ ഒരു ഗൃഹനാഥൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായ ഒരു സംസാര ശൈലിയും രീതിയും മനസ്സിലാകും. പക്ഷെ ഞാൻ 100% അവരെല്ലാം പഠനവിധേയമാക്കിയതിൽ നിന്നും രഹസ്യമായി കണ്ടു ചോദിച്ചതിൽ നിന്നും ഞാൻ ശേഖരിച്ചിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളിൽ നിന്നും സുകുമാരക്കുറുപ്പ് മരിച്ചിരുന്നുവെങ്കിൽ കുടുംബങ്ങളിൽ അതെല്ലാം സ്പ്രെഡ് ചെയ്തേനെ.
മാത്രമല്ല അദ്ദേഹം മരിച്ചതായി ആ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതി വെക്കുന്നല്ലോ. അവിടെ ഒരു അൺനോൺ ബോഡിയായി അങ്ങനെ മരിച്ചു എന്ന് എഴുതിയ റിപ്പോർട്ടുണ്ടോ? 90-ൽ മരണപ്പെട്ടു പോയി എന്നല്ലേ പറയുന്നത്. ചാനൽ ചർച്ചയിൽ ഞാനൊരു ജോർജ് ജോസഫ് സാറിന്റെ കേട്ടതാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി, അതുകൊണ്ട് ഒരു കാളവണ്ടിയിൽ മരണപ്പെട്ടു പോയി എന്നല്ല, അദ്ദേഹം മരിച്ചിട്ടുണ്ടാകാം, സീവിയർ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഥ ഉണ്ടാക്കിയത്. അതൊരു അതായത് DGPക്ക് കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടാണ് കേസ് അട്ടിമറിക്കപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. ആ അട്ടിമറിച്ച സംഭവത്തിൽ അവര് സാധാരണ പാർട്ടി കൊലപാതകങ്ങൾ പോലെ ചില ആൾക്കാരെ കൊടുക്കല്ലോ, അതിൽ ചില ആൾക്കാരെ കൊടുത്തു, കേസ് അവസാനിപ്പിച്ചു, അങ്ങനെയുണ്ടായത്. സുകുമാർ കുറുപ്പ് സുഖമായി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതിന് അദ്ദേഹത്തിന് നന്ദകുമാർ പറയുന്നത് ഇതിൽ പ്രതികളായി ജയിലിൽ പോയ ആൾക്കാരൊന്നും അല്ല, ആയിരിക്കാം ഡ്രൈവർ പൊന്നപ്പനൊക്കെ ജയിലിലല്ലായിരുന്നു, ആയിരിക്കാം. അതിലുപരിയായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. അതിനകത്ത് ബോഡി സെർച്ച് ചെയ്യാൻ, ഒരു ബോഡി ഒരു മനുഷ്യനെ കൊല്ലാനായി ശ്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബോഡി എടുത്തു കൊടുത്തൊരു കുറ്റകൃത്യം ക്രിയേറ്റ് ചെയ്യാനായി ശ്രമിച്ചവരെല്ലാം കുറ്റവാളികളാ. മൈൻഡ് അത്യാവശ്യം ചില്ലറ വാങ്ങിച്ച ആൽബി ഉൾപ്പെടെ. ആൽബിനെ എനിക്ക് വ്യക്തമായിട്ട് ആൽബിനെ നേരിട്ട് എനിക്കറിയത്തില്ലല്ലോ. ആൽബിന്റെ വേറെ ബോട്ടെല്ലാം എനിക്കറിയാവുന്ന ആളാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ SP-യുടെ മാറി വരുന്ന SP-മാരുടെ സ്കൂളിലായിരുന്നു. അദ്ദേഹം ഇപ്പൊ മാനസാന്തരപ്പെട്ട് അദ്ദേഹം അറിയാതെ ആശ്രമത്തിൽ പലപ്പോഴും പോയിട്ടുള്ള ആളാ. പുന്നപ്പുറ ശാന്തി ഭവൻ. ശാന്തി ഭവൻ ഒരുപാട് ഇപ്പൊ ഇദ്ദേഹം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പ്രീവിയസ് ചരിത്രം മുഴുവൻ എനിക്കറിയാം. പാപങ്ങളെല്ലാം തീരണം. അലി അക്ബർ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് 100% സത്യം. ജോർജ് ജോസഫ് പറഞ്ഞൊരു കഥ എന്ന് പറയുന്നത് ബൊക്കാറോയിൽ പോയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയി രത്നമ്മ എന്ന് പറയുന്ന നേഴ്സ് പറയുന്ന കഥയാണ്. ഇത് വെൽ പ്ലാൻഡ് ആയ ഒരു കഥയാണ്. അവിടെ പോയിട്ട് അവരെ ഫോട്ടോ കണ്ടിട്ടില്ല, അവിടുത്തെ ഹിസ്റ്ററി അല്ല, അദ്ദേഹം പോയിട്ട് അത് വിശ്വസിച്ചു. അത് വിശ്വസിക്കാൻ പറ്റുന്ന സത്യമല്ല. പിന്നീട് അദ്ദേഹം പറയുന്നത് വേറെ ഹോസ്പിറ്റലിൽ പോയി. അതിനുശേഷം ഇത് 1990-ലാണ്, 1988-ലാണ് ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടുന്നു പറയുന്നത്. അത് ഫാബ്രിക്കേറ്റ് പ്ലാന്റ് ആയിട്ട് വന്നതാണ്. അതിന് മുമ്പ് അദ്ദേഹത്തെ കണ്ടു എന്നുള്ള വാർത്തകൾ പത്രത്തിൽ വന്ന സമയത്ത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിനുശേഷം 2 വർഷം ശേഷം അദ്ദേഹം അന്വേഷിച്ചു പോകണു ജോർജ് ജോസഫ്. അദ്ദേഹം അവിടെ പോയപ്പോൾ രേഖയൊന്നുമില്ല, ആളാണെന്ന് വീടിന്റെ അടുത്തുള്ള ആളായ താമസിച്ചിരുന്ന രത്നമ്മ തിരിച്ചറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അവിടെയുള്ള റെക്കോർഡ് കറക്റ്റ് ആണോ അല്ലേ എന്ന് റെക്കോർഡ് ഇല്ല, അവിടെ റെക്കോർഡൊക്കെ കൊണ്ടുപോയി എന്നാ പറയുന്നത്. ഹോസ്പിറ്റലിൽ അങ്ങനെ റെക്കോർഡ് കൊണ്ടുപോകും. പിന്നെ വീണ്ടും അദ്ദേഹം അന്വേഷിക്കാൻ 5 ഹോസ്പിറ്റൽ മാറി എന്നാണ് പറയുന്നത്. വീണ്ടും അദ്ദേഹം സീവിയറായി ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചിട്ടുണ്ടാകാം, ഒരു ദിവസം കൂടി ജീവിച്ചിരിപ്പുണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് അവിടുത്തെ ഡോക്ടർ പറയാൻ പറ്റും. അത് ഡോക്ടർ പറഞ്ഞത്, അവിടുത്തെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് പറഞ്ഞത്. ഇതെല്ലാം തന്നെ ദൃശ്യം സിനിമ പോലെ, അതിലുള്ള കഥകൾ പോലെ ഫാബ്രിക്കേറ്റ് സ്റ്റോറി മാത്രമായിട്ടാണ് ചിന്തിക്കുക. നന്ദകുമാറിന്റെ അന്വേഷണം കഴിഞ്ഞപ്പോ മനസ്സിൽ തോന്നി എന്താ, കുറുപ്പ് എവിടെയെങ്കിലും ഇരുന്ന് ഈ പരിപാടി കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം 80 വയസ്സ് കാണും ഇപ്പം പറയാൻ പറ്റില്ല. 78 വയസ്സ് അല്ല, 25/4/1948 ഡേറ്റ് ഓഫ് ബർത്ത്. 78 അല്ലേ? ആനന്ദ് അത് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. അല്ല, അപ്പം ഒരു 80-78 വയസ്സുണ്ട്. ആക്ച്വലി അങ്ങനെ എന്ത് സംഭവിച്ചു ഇപ്പോഴും നമുക്കറിയില്ല കൃത്യമായിട്ട്. അദ്ദേഹം സംരക്ഷണയിൽ അദ്ദേഹം പറഞ്ഞ പോലെ വിവിധ രാജ്യങ്ങളെ സന്ദർശിച്ച് ഇതേപോലെ വലിയ തട്ടിപ്പുകൾ നടത്തി. അദ്ദേഹം കോടിക്കണക്കിന് രൂപയൊക്കെ ഉണ്ടാക്കി, പല ബന്ധങ്ങളുണ്ടാക്കി, ഭാര്യ മാത്രമല്ല പല ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം സുസുഖം ജീവിച്ചിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഞാൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ആ പറയുന്ന നാട്ടിൽ വന്നിരുന്ന കഥയുടെ അടിസ്ഥാനത്തിലാണ്, അതുപോലെ ദുബായ് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തതാണ്. ഒരു കത്ത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോർ ചെയ്യുകയും അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതും. അതിൻ്റെ അകത്ത് വയലാർ റിവ്യൂവിന്റെ പേര് ഞങ്ങൾ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്തത്. സാറേ, ഈ പോലീസുകാര് ഇത് ചെയ്തു എന്നാ പറയുന്നത്? പോലീസുകാര് ചെയ്തു നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് അലി അക്ബറിനെ എനിക്കറിയാം. ഞാൻ ആലപ്പുഴയില് 2-3 ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അലി അക്ബർ പറയുന്നതിനകത്ത് കഴമ്പുണ്ടാവും. എപ്പോഴും കൃത്യമായിട്ട് നോക്കി തിട്ടപ്പെടുത്തിയിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതിപ്പോ അലി അക്ബറിനെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന ഇയാള്, അതായത് സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിക്കാനാണ് സാധ്യത. കാരണം അയാൾ എന്തിനാണ് മരിക്കേണ്ടത്? നമ്മൾ എന്തിനാണ് അയാളെ കൊല്ലുന്നത് അല്ലെങ്കിൽ മരിച്ചതായിട്ട് കണക്കാക്കുന്നത് എന്തിനാണ്? അതൊരു നമ്മുടെ ഔദാര്യം വേണ്ട. അല്ല, അത് വേണ്ട, അതിന്റെ ആവശ്യമേ ഇല്ല. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അയാള് എന്തിനാണ് വന്നത്? ഈ ചാക്കോയെ കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് ആ മരിച്ചുപോയത് സുകുമാരക്കുറുപ്പാണെന്ന് വെച്ചിട്ട് ആ ഇൻഷുറൻസിന്റെ കാശ് തട്ടിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അയാളുടെ മനസ്സൊന്ന് മനസ്സിലാക്കണം. അതായത് ഇൻഷുറൻസിന്റെ കാശ് തട്ടിയെടുത്തിട്ട്
ആ കാശുമായിട്ട് ലാവിഷായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അന്നത്തെ 6-7 ലക്ഷം രൂപയാണ് പുള്ളി പ്രതീക്ഷിച്ചത്. അന്നത്തെ 7 ലക്ഷം, അന്നത്തെ കാലത്ത് അത് ഒരു 70 ലക്ഷം. അയാളുടെ ബാക്ക്ഗ്രൗണ്ടും കൂടെ നമ്മൾ നോക്കണം. അയാൾ എയർഫോഴ്സിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. അവിടുന്ന് ചാടി പോന്നിട്ട് അത് കഴിഞ്ഞിട്ട് അബുദാബിയിലെ പെട്രോളിയം കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അന്നത്തെ കാലത്ത് പോലും 1 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടാൻ സാധ്യതയുള്ള ഒരു ഉദ്യോഗത്തിലാണ് അയാൾ അന്നുള്ളത്. അവിടെ അത് കഴിഞ്ഞ് അത്യാർത്ഥി മൂത്തിട്ടാണ് ഈ അയാളും അയാളുടെ കുടുംബാംഗങ്ങളും കൂടെ കൂടിയിട്ട് ഈ രീതിയിലുള്ള ഒരു കേസിലേക്ക് വരുന്നത്. അപ്പം അയാൾ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ്. അങ്ങയുടെ അഭിപ്രായത്തിലേ അതായത് ഈ പാവം വണ്ടിക്കകത്ത് നിന്ന് ചാക്കോയെ വണ്ടിക്കകത്ത് കയറ്റി യോമാര് തട്ടിക്കളഞ്ഞു, എന്തൊക്കെ കുടിപ്പിച്ച് തട്ടിക്കളഞ്ഞു, അവസാനം വണ്ടിക്ക് തീയിട്ടാണല്ലോ അവർ ചെയ്തത്. അപ്പോൾ ഈ ഭാസ്കരമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പിറ്റേ ദിവസം എൻ്റെ അളിയനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയുമായി പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സംഭവം കുറച്ചു കാലം എടുത്തേനല്ലേ വെളി വരാൻ? ഇല്ല. അത് തെളിയും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യ ഘട്ടത്തിൽ അന്വേഷിച്ച ഡിവൈഎസ്പി ശ്രീ ഹരിദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇത് കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചിട്ടുള്ളതാണ്. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളെ തീയിടുകയാണെങ്കിൽ, തീ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അതല്ലെങ്കിൽ അങ്ങേയറ്റം പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലാവും. അയാളുടെ ശ്വാസകോശത്തില് ഈ പറഞ്ഞ കത്തിയ പുകയുടെ അംശങ്ങൾ കാണും. ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഇയാളിപ്പോ ഏതാ ഈ ഭാസ്കരൻ പിള്ള കയ്യില് പൊള്ളലേറ്റു, അത് പോലീസ് കണ്ടിട്ടാണ് ചോദിക്കുന്നതെന്ന് പറയുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ചോദിക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന ഈ ഭാസ്കരൻ പിള്ള പറഞ്ഞത് എന്താണ്? ഞാനാണ് കൊന്നത്. അയാള് 50,000 രൂപ വിസയ്ക്ക് കാശ് വാങ്ങിച്ചിട്ട് എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയെ കെട്ടിയ ആള്, അതായത് ഈ സുകുമാരക്കുറുപ്പ് തരാനുള്ളത് കൊണ്ട് ആ വിരോധത്തിൽ ഞാൻ കൊന്നതെന്നാ പറഞ്ഞത് അയാള്. അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ഒരു കൊലക്കുറ്റം ഏറ്റെടുക്കുകയാണ്. ആ കൊലക്കുറ്റം ഏറ്റെടുത്താല് അയാൾക്ക് രക്ഷപ്പെടാം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സുകുമാരക്കുറുപ്പിനെ കൊന്നത് ഉള്ളത് കൊണ്ടാണ്. സ്റ്റഡിയുടെ മൊഴിയായിരിക്കും സാറേ. ആരോ പിന്നിൽ നിന്ന് ഞാൻ പറഞ്ഞ ആ ശക്തിയാണ് ഭാസ്കര പിള്ളയെ കൊണ്ട് അത്തരത്തിൽ മൊഴി പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞത് ഇത് ശരിക്കും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡറാണ്. തന്നെയല്ല, അയാൾ ഒളിവിൽ പോകുന്നു. ഒരിക്കലും കിട്ടാത്ത രീതിയിൽ ഒളിവിൽ പോയേ വെക്കുവയ്ക്ക്. ഈ മരിച്ച ആള് സുകുമാരക്കുറുപ്പെന്നാണ് ജനം, പോലീസും ഇൻഷുറൻസ് കമ്പനിയും ധരിക്കുന്നത്. അപ്പൊ അയാൾക്ക് രംഗത്ത് നിൽക്കാൻ പറ്റില്ല. പിന്നെ അയാൾ ലോകത്തിന്റെ ഏതെങ്കിലും വശത്തേക്ക് പോകും. അയാൾക്ക് എല്ലാ ഭാഷയും അറിയാം. എയർഫോഴ്സിൽ നിന്ന് വന്നാണ് ഹിന്ദി, ഇംഗ്ലീഷ്, മറ്റുള്ള ഭാഷകളെല്ലാം അറിയാം. അബുദാബിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ അയാൾക്ക് ലോകത്തിന്റെ, നമ്മൾ ഈ പറയുന്ന പോലെ ഈ വടക്കേ ഇന്ത്യയിൽ അയാൾ സന്യാസിയായി ജീവിച്ചെന്നൊന്നും ഞാൻ കരുതുന്നില്ല ഒരിക്കലും. അങ്ങനെ അലഞ്ഞു തിരിയാനുള്ളവനൊന്നും അല്ലത്. അയാളെ സംബന്ധിച്ചിടത്തോളം അല്ല, ഈ സന്യാസിയായിട്ട് നടക്കുന്ന ഒരു പടം അങ്ങ് കാണിച്ചു തരട്ടെ. അങ്ങ് കുറുപ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു? കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളൂ. മരണാനന്തരം കണ്ടിട്ടില്ലല്ലോ? ഇല്ലില്ല, കണ്ടില്ല. അല്ല, കുറുപ്പിനെ അല്ല, മറ്റേ ആളുടെ ചാക്കോയുടെ അല്ല, ഇയാൾ സന്യാസിയായിട്ട് നടക്കുന്ന ഒരു പിക്ചർ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാലും അതുപോലെ അയാളുടെ 1-2 പടം ഒന്ന് കാണിച്ചത് ആന്റണി സാറിന് മനസ്സിലാവും നോക്കട്ടെ. കാരണം ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേരുള്ള പടങ്ങളാ സാറേ. ഒരു മനുഷ്യനെ കണ്ടെത്തുന്നതിന് ഈ രൂപങ്ങളൊന്നുമല്ല. പോലീസിൽ ഞാൻ പ്രത്യേകം ക്ലാസ് പോയിട്ടുള്ള ആളാണ്. മർഡർ ആൻഡ് ഹോമിസൈഡില് കണ്ടെത്തേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പോലീസ് അക്കാഡമിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. സാറിന്റെ മൂക്ക്, സാറിന്റെ പുരികം, സാറിന്റെ കണ്ണ്, ഇതെല്ലാം നമുക്ക് ഐഡന്റിഫൈഡ് ഭാഗങ്ങളാണ്. ഇപ്പൊ ഏത് വേഷത്തിൽ എങ്ങനെ ഉണ്ടാക്കി വെച്ചാലും പ്ലാസ്റ്റിക് സർജറി നടത്തിയാൽ കുറെ മാറ്റങ്ങൾ വരുമായിരിക്കും. അല്ലാത്ത കണ്ടുപിടിക്കാൻ പോലീസിൽ നിന്ന് സംവിധാനമുണ്ട്. ഇന്ന് ലോകത്തിന്റെ ഏത് മൂലയിൽ ഒളിച്ചാലും ആ ആളെ ഇന്നു മുതൽ അടുത്ത വർഷം ഇതേ ദിവസം രാത്രി 12 മണി വരെ ആ ആൾ എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് സംവിധാനമുണ്ട്. ശരിക്കും ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റും. ഇത്ര വേഷപ്രച്ഛന്നായ ഇതൊന്നും ആ സാദൃശ്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആളാണെന്നൊന്നും എനിക്ക് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. ഈ സന്യാസി വേഷത്തിൽ നടക്കുന്ന ആള് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഈ ഫോട്ടോകൾ 2 വെച്ചാൽ പോലും സയന്റിഫിക് ആയിട്ട് ഇന്നിപ്പോ കേരള പോലീസിന് ഇത് തെളിയിക്കാം. ഈ സന്യാസി വേഷത്തിലുള്ള ആള് പഴയ സുകുമാരക്കുറുപ്പാണോ എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ ഒരു സന്യാസി വേഷത്തിൽ അയാൾ പോയില്ല. അയാൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ആർഭാടമായി നമ്മുടെ രത്നമ്മച്ചേടത്തി കണ്ടെന്ന് പറഞ്ഞ നേഴ്സ് അല്ല, ഇതിപ്പോ അത് പൂർണ്ണമായിട്ടൊന്നും തെളിയിച്ചിട്ടില്ല. ഞാനതാ പറഞ്ഞ, ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിച്ച ഒരാളെ ഉള്ളൂ. അത് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച ഹരിദാസ് എന്ന് പറയുന്ന മുൻ ഡിവൈഎസ്പി, ചെങ്ങന്നൂർ ഡിവൈഎസ്പി. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതൊന്നും അല്ല, ഞാൻ വെരിഫൈ ചെയ്തിരുന്നു. അവിടെ പോയി ഹോസ്പിറ്റലിൽ ചോദിച്ചു, നേഴ്സുമാരോട് ചോദിച്ചു. അല്ല, ഈ നന്ദകുമാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് അവിടുത്തെ കോടതിയിലെ അല്ല പോലീസ് ആശുപത്രിയിലെ റെക്കോർഡ്സ് എല്ലാം എടുത്തോണ്ട് പോയി അല്ലെ എന്നല്ലേ? അത് വേറൊരു ചർച്ചയിൽ ഒരു പഴയ പോലീസ് ഓഫീസർ പറഞ്ഞതാണ്. അതായത് ഇയാള് സ്ഥിരമായിട്ട് ഇങ്ങനെ ഹാർട്ടിന് സുഖമില്ലാതെ അഡ്മിറ്റ് ആവും, പോകുന്ന വഴി ഡോക്യുമെന്റ് അല്ലെങ്കിൽ കേസ് ഷീറ്റ് എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പ്രോബബിൾ ആണോ? നമുക്ക് എന്താ ഈ പറയുന്നത്? അങ്ങനെ തന്നെയല്ല, വേറൊരു കാര്യം പറഞ്ഞു, 24 മണിക്കൂറിനകം മരിക്കും. മരിക്കുന്ന വഴിക്ക് കേസ് ഷീറ്റും എടുത്തോണ്ട് ഓടി പോവുകയാണ്. ആ ആശുപത്രി കിടന്ന് നല്ല രീതിയിൽ മരിക്കാൻ പാടില്ലേ?
അയാൾ എന്തിനാണ് മരിക്കാൻ പോകുന്ന ഇറങ്ങി ഓടേണ്ട കാര്യം മരിച്ചതിന് ശേഷം അവിടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പുറത്തുപോയി എവിടെയാണെന്ന് രാവിലെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മരിച്ച ആളിനെ കാണാൻ വേണ്ടി കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ കുഴിച്ചിടാൻ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുമോ? ആൽബിൻ വിചാരിച്ചിട്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നൊന്നും കിട്ടിയില്ല. അവിടുത്തെ ശ്മശാന തൊഴിൽക്കാരൻ പറഞ്ഞു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു ശ്മശാനത്തിൽ ഒരാളെ അടക്കം ചെയ്യാൻ ചെന്നാൽ അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ആരെങ്കിലും ഒരു അൺനോൺ ബോഡി ആണെങ്കിൽ 174 CRPCക്ക് കേസ് എടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണം അയാളെ. അല്ലാതെ അന്നത്തെ കാലത്ത് 82 മുതൽ കാലത്ത് അവിടെ കൊണ്ട് ചുടുകാട്ടിൽ കൊണ്ട് കൊടുത്താൽ പരിശോധന ഇല്ല. അവിടെ പൈസ കൊടുത്തിട്ട് പോരുക, ദയിപ്പിക്കുക. ആ പല പ്രാവശ്യം ദയിപ്പിച്ച് ഞാനും അവിടുത്തെ ചുടുകാട് പറഞ്ഞുകൊണ്ട് വെള്ളം അടിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ കൊണ്ടുവരുന്നത് അവിടെ ഒന്നും പരിശോധനയൊന്നും ഇല്ല. അവിടെ കൊണ്ടൊന്നും വലിയ പൈസ അത് കാട് പിടിച്ചിടക്കണം. ഇപ്പോഴാണ് മണ്ഡപമൊക്കെ ഉള്ളത്. സാറേ എന്റെ അന്വേഷണത്തിൽ ഞാൻ എന്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും സെൻസേഷണലായ ഒരു കേസ് അതിലെ പിടികിട്ടാപ്പുള്ളിയായ ഏതൊരു മലയാളിയും ചർച്ച ചെയ്യുന്ന ഈ കേസിലെ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ശാസ്ത്രീയ എവിഡൻസുകളോ ഫോഴ്സുകളെയോ നാളിതുവരെ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിച്ചിട്ടില്ല എന്നാണ് എന്റെ വാദം. വലിയൊരു പരാതി അത്. കാരണം എന്താന്ന് ചോദിച്ചാല് ഇതിലെ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു കേസ് അന്വേഷിക്കുന്ന രീതിയിൽ ഇത്രയും പ്രമാദമായ ഒരു കേസിലെ പ്രതിയെ തേടി പോയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അല്ല, അതിന്റെ ഇടയ്ക്ക് ഗൾഫിൽ എവിടെയോ പോയി ഒരു പള്ളിക്ക് അടുത്ത് കണ്ടു വെച്ച് ഇയാളെ കണ്ടുമുട്ടി. ഗൾഫിൽ പോയി പള്ളിക്ക് അടുത്ത് വെച്ച് കണ്ടു. ഇയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു ഒക്കെ അലി അക്ബറിന്റെ റിപ്പോർട്ടിലുണ്ടെന്ന് അലി അക്ബർ വെളിപ്പെടുത്തിയായിട്ട് എനിക്ക് തോന്നുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാൾ കണ്ടെന്ന് പറയുന്ന ഒരു ഷിബുവാണ്. അയാൾ സൗദി അറേബ്യയിലെ ദാൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥലത്തെ കമ്പനിയിൽ വെച്ചാണ് കണ്ടത്. ആ കണ്ട അയാൾ കരുനാഗപ്പള്ളി സ്വദേശിയാണ്. അപ്പൊ ഇയാളുടെ ഭാര്യ വീട് എന്ന് പറയുന്ന തേവലക്കര ബന്ധപ്പെട്ട ഒരുപാട് ബന്ധുക്കളുണ്ട്. അളിയന്റെ വീടും ഒക്കെ അവിടെയാണ്. അപ്പൊ അവിടെ വെച്ചുള്ള ഒരാൾ ഇയാളെ വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ആളിന്റെ വേറെ ബോട്ട് മുഴുവൻ എന്റെ റിപ്പോർട്ടിലുണ്ട്. അയാളെ ഞാൻ ഫോണിൽ സൗദി അറേബ്യ വിളിച്ചപ്പോൾ അയാൾ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് അനുസരിച്ച് ഈ സുകുമാരക്കുറുപ്പ് മരിച്ചെങ്കിൽ മരിച്ചു, ജീവിച്ചിരിക്കുന്നെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ആവശ്യമായ എവിഡൻസുകളാണ് ഞാൻ കളക്ട് ചെയ്തത്. ഇന്ന് ഈ നിമിഷം കേരള പോലീസിന്റെ തലപ്പത്ത് തീരുമാനിക്കുകയാണ് ഈ സുകുമാരക്കുറുപ്പ് മരിച്ചോ ജീവിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്ത റിപ്പോർട്ട് മാത്രം ശാസ്ത്രീയമായി പരിശോധന നടത്തിയാൽ മതി. അല്ല, DGP അതിലൊരു താല്പര്യം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരുന്നപ്പോ ഒത്തിരി സ്ഥലത്ത് വെച്ച് ഞങ്ങള് പുള്ളിക്ക് ഇടക്ക് മദ്യപാനമുണ്ട്, കണ്ടിട്ടുള്ളതാണ്. എന്നെ പറ്റി അങ്ങോട്ട് ചെന്ന വഴിക്ക് 1000 രൂപ എടുത്ത് തരികയല്ല. എന്നെ പറ്റി ശരിക്കും കപ്പാസിറ്റി അറിയാവുന്ന ആളാ. അയാൾ കൊണ്ടുപോയി അവിടെ ഇവര് പറഞ്ഞിട്ട് കണ്ടില്ല. അവര് പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമായില്ല. ഈ എൻ്റെ കൂട്ടുകാരെന്നുള്ളതിൽ പറഞ്ഞപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി. ഇയാള് സുകുമാരക്കുറുപ്പ് അവിടെയുള്ള കുറച്ച് തൊഴിലാളികൾ കൊണ്ട് CAT-ന്റെ തൊഴിലാളികൾക്കൊണ്ട് ഒപ്പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇങ്ങനെ ഇറച്ചി ആൽബിൻ പറഞ്ഞ് ശല്യം കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പാർ പോയെന്ന് പറഞ്ഞ് ഗോയ കൊണ്ടുവച്ച് പറഞ്ഞ് ഇരിക്കുന്ന പൊട്ടയടിച്ച മീശ പിടിച്ച് കണ്ട ഇറച്ചി ആൽബിനാണ്. പോലീസിനും ഭയവാ, എങ്ങനെയെങ്കിലും കൊടുത്ത് തീർക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് രണ്ടാമത് എന്നെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നതും ഞാൻ ചുടുകാട്ടിൽ കൊണ്ടുപോയി കുഞ്ഞുമോനെ പരിചയപ്പെടുത്തിയതും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കിടക്കുന്ന സീറ്റ് കാണിച്ചു കൊടുത്തു. ഇതാണ് ഞാൻ കിടക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ മണ്ടനല്ല സുകുമാരക്കുറുപ്പ്. അവിടെ ചെന്ന വഴി കാശ് തരാൻ അയാൾക്ക് ഉത്തമ ബോധ്യം വന്നുകൊണ്ടാണ് അയാൾ തന്നത് അല്ലേ. ഇവനെ സിനിമയ്ക്ക് വേണ്ടി ഇത് എഴുതാൻ പോയപ്പോ ഇതെല്ലാം പഠിച്ചല്ലോ അല്ലേ. ഇവർ ഈ പറയുന്നതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമോ അന്വേഷണത്തിൽ? അല്ല, ഞങ്ങള് സിനിമയിൽ കുറെ മാറ്റം വരുത്തിയോ? കുറെ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മള് സിനിമയാകാനായിട്ട് പോയപ്പോഴത്തേനും നമ്മൾ ആ സംഭവത്തിന്റെ യഥാർത്ഥ ഡോക്യുമെന്റേഷൻ എന്നുള്ള രീതിയിലല്ല പോയത്. നമുക്ക് ആ സംഭവത്തിന്റെ അതൊരു അർബൻ ലെജൻഡ് ആണ്. നമ്മൾ 100 പേരോട് ചോദിച്ചാൽ സുകുമാരക്കുറുപ്പിനെ കുറിച്ച് 100 കഥകളാണ് പറയുന്നത്. 100 പേർക്ക് 100 സങ്കല്പങ്ങളുണ്ട്. ഇപ്പം ചോദിച്ച ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാലും 100 അഭിപ്രായങ്ങൾ. അപ്പൊ അതിൽ കണ്ടവര് 100 പേരുണ്ട്. അപ്പം നമ്മള് അതിനകത്തുനിന്ന് ഏറ്റവും നമുക്ക് എക്സൈറ്റിംഗ് എന്ന് തോന്നുന്ന ഒരു സിനിമാറ്റിക് ഫിക്ഷണൽ ഫോമിലോട്ട് ഒരു സാധനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് ഒരിക്കലും ഒരു ഡോക്യുമെന്റേഷനോ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ഒരു സോഴ്സ് ആയിരുന്നത് ഇദ്ദേഹം പറഞ്ഞ ഹരിദാസ് സാറായിരുന്നു. അപ്പോ ഹരിദാസ് സാറിന്റെ അഭിപ്രായത്തില് ഇദ്ദേഹം ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ആദ്യമായിട്ടല്ല ഇദ്ദേഹത്തിന്റെ മരണം സൃഷ്ടിക്കുന്നത്. അദ്ദേഹം എയർഫോഴ്സിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ കുറുപ്പിന്റെ ജീവിതത്തിൽ? അദ്ദേഹം ആദ്യമായിട്ട് അയാളുടെ മരണം സൃഷ്ടിക്കുന്നത് അന്നത്തെ കാലത്ത് ഈ ഫോഴ്സിൽ നിന്ന് പുറത്ത് ചാടാൻ താല്പര്യമുള്ളവർ അവിടെ നാട്ടിൽ മരിച്ചു എന്നൊരു സംഭവം ഉണ്ടാക്കി തീർക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു.
ആ രീതിയിലാണ് അയാൾ ഫോഴ്സിൽ നിന്ന് പുറത്ത് ചാടിയത്. എന്നിട്ടാണ് അല്ല അയാൾ മരിച്ചു സർട്ടിഫിക്കറ്റ് കൊടുത്തോ? അതായത് അന്ന് ലോക്കലി പോസ്റ്റ്മാനോട്ട് അന്വേഷിപ്പിക്കുമ്പോഴത്തേനും അയാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ മരിച്ചു എന്ന് റിപ്പോർട്ട് തിരിച്ചു കൊടുക്കും. ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത് റിപ്പോർട്ട് കൊടുത്തിട്ട് അയാൾ അങ്ങനെയാണ് അയാളുടെ പേര് പോലും മാറ്റിയിട്ടാണ് ഇയാൾ സുകുമാരക്കുറുപ്പായത്. അപ്പൊ അങ്ങനെ ഒരാള് പിന്നെ രണ്ടാമത് പോയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോ ഇതിനെക്കുറിച്ച് ഞാൻ പരിചയപ്പെട്ട വ്യക്തികളിൽ ഏറ്റവും ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ള ആള് ഹരിദാസ് സാറാണ്. അദ്ദേഹമാണ് അതിന്റെ അങ്ങേറ്റം വരെ പോയിട്ടുള്ളതും ഈ പറഞ്ഞ കൊൽക്കട്ടയിൽ അവിടെ മൊത്തം പോയ ആളാണ്. അദ്ദേഹം ആധികാരികമായിട്ട് പറയത്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പിന്നെ ഈ പറഞ്ഞ പോലെ 24 മണിക്കൂറിനകം മരിക്കും എന്നൊന്നുമല്ല. ഇതിന് ഈ കൊൽക്കട്ടയ്ക്ക് മുമ്പ് വേറൊരു ഹോസ്പിറ്റലിലും ഇദ്ദേഹം ഹൃദയത്തിന് പ്രശ്നം ഉണ്ടായിട്ട് വിദഗ്ധ ചികിത്സ തേടി പോയിട്ടുണ്ട് എന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോ ഒരു നിവൃത്തിയും ഇല്ലാതെ കൊണ്ടായിരിക്കാം ഇതുപോലത്തെ ഒരു സാഹചര്യത്തിലും പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിദഗ്ധ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അധികം കാലം ജീവിച്ചിരിക്കാൻ സാധ്യത ഉണ്ടായില്ല എന്നൊരു നിഗമനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അന്ന് അവർ അവര് ഒരുപാട് ടിപ്പ് ഓഫ്സ് കിട്ടി, ഒരുപാട് സ്ഥലങ്ങളിൽ പോയെങ്കിലും ഏറ്റവും അവസാനം ഇദ്ദേഹം പഞ്ചാബിലോട്ട് കടന്നു എന്നൊരു ഒരു ശക്തമായ ഒരു ടിപ്പ് ഓഫ് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം കാരണം ഇവർക്ക് പഞ്ചാബിലോട്ട് പോകാനായിട്ട് ഒരു അനുമതി കിട്ടിയില്ല. ഈ കുറുപ്പ് സിനിമ വരുമ്പോഴേ ഈ കുറുപ്പിന്റെ അതായത് ഒറിജിനൽ കുറുപ്പിന്റെ വീട്ടുകാരൊക്കെ പെർമിഷൻ തന്നിരുന്നു അതിന്? നമ്മൾ ഇതിനെപ്പറ്റി പിന്നെ പഠനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നാട്ടിൽ പോയി അന്വേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. അപ്പോ അതിന് കുറച്ചു നാൾ മുമ്പ് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം നടന്നായിരുന്നു. അപ്പൊ അന്ന് ചില ചാനലിലെ ആൾക്കാര് പിന്നെ ഈ അതിഥികൾ എന്നുള്ള വ്യാജനം വന്ന് അത് ഷൂട്ട് ചെയ്ത് വാർത്തയാക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവർക്ക് കുറെ മനോവിഷമം ഉണ്ടാക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആൾക്കാർ നമ്മളെ വന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഇവിടെ നിന്നാലടി ഞങ്ങൾ പെട്ടെന്ന് കിട്ടിയ ഓട്ടോറിക്ഷയിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കുറച്ച് ബന്ധങ്ങളുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിനകത്ത് അദ്ദേഹം രണ്ടാമത് ഒരു തവണ വന്നപ്പോൾ അദ്ദേഹത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു എന്നൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് അതിന്റെ ഒരു കോൺസിക്വൻസോ അതിന്റെ ഗ്രാവിറ്റിയോ മനസ്സിലാകാതെ ചെയ്തതാണോ എന്താണെന്ന് എനിക്കറിയില്ല. വ്യക്തിപരമായി നമ്മളത് സിനിമയിൽ അത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്നും പൊളിറ്റിക്കൽ ഒരു സപ്പോർട്ട് കിട്ടി എന്ന് തോന്നുന്നില്ല. അങ്ങനെ അതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിൽ നിന്ന് അകലം എന്ന് മാത്രമല്ല ഇദ്ദേഹം ഈ മരണം സൃഷ്ടിച്ചത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഇത് ഓരോ ആൾക്കാർ പറഞ്ഞ വാദങ്ങളാണ്. അദ്ദേഹത്തിന് അവിടെ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുന്ന ഒരുപാട് ശമ്പളമുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു ഭീമമായ തുക കിട്ടുന്നു എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് രണ്ടാമതും അദ്ദേഹത്തിന്റെ മരണം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വേറെ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ വെറുതെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുക എന്നുള്ള മാത്രമായിരിക്കത്തില്ല, വേറെയും കാരണങ്ങൾ ഉണ്ടായിരിക്കാം എന്നൊരു വാദമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ട സിനിമയില് പോയി കണ്ട 2 പ്രാവശ്യം കണ്ട അതിൽ കുറെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത് സിനിമ ഫിക്ഷനാണ്. സിനിമ ഫിക്ഷനാണ്. അത് യാഥാർത്ഥ്യമായിട്ട് ചെറിയെങ്കിലും ഞാൻ നോക്കി അല്ല സിനിമ ഒരു ഫിക്ഷനാണ്. അവര് കുറിപ്പിന്റെ ആത്മാകത പിടിച്ചാൽ ഇങ്ങനെ ആയിരിക്കത്തില്ല. അല്ല ഞങ്ങൾ ഒരിക്കലും സിനിമ യാഥാർത്ഥ്യം കാണിക്കാനല്ല. 2 പ്രാവശ്യം കണ്ടിട്ട് എനിക്ക് അല്ലല്ല അത് കറക്റ്റാണ്. അത് അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു കെട്ടുകഥയാണ്. അതങ്ങനെ തന്നെ പറഞ്ഞു മാത്രമല്ല അവിടെ വേറെ അല്ല ഞാനിപ്പോ പറയുന്ന കാര്യങ്ങള് നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ചില ഇൻഫർമേഷൻ. അലി അക്ബർ പറഞ്ഞല്ലോ ഒരു ശ്മശാനത്തിലെ പേരും എല്ലാ അഡ്രസ്സും വേണം. ഒരു അഡ്രസ്സും വേണ്ട. മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ഏകദേശം 1200ഓളം ബോഡികൾ സംസ്കരിച്ചത് എവിടെ അറിയോ? കളമശ്ശേരി ശ്മശാനത്തിലാണ്. ഒരു അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. കൂട്ടത്തോടെ പലതവണ ശ്മശാനം ഇതാക്കിയാണ്. വിൻസെന്റ് എം പോളിന്റെ റിപ്പോർട്ടുകളൊക്കെ അംഗീകരിച്ച് ഞാനാണ് പുറത്തു കൊണ്ടുവന്നത്. വിൻസെന്റ് എം പോളിന്റെ അന്വേഷണം IG വിൻസെന്റ് പോളിന്റെ അന്വേഷണത്തിൽ കംപ്ലീറ്റ് പുറത്തു വന്നല്ലോ. പിന്നീട് സുമോട്ടോ കേസ് എടുത്തതുകൊണ്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് സ്റ്റോപ്പ് ചെയ്തു. അല്ലായിരുന്നെങ്കിൽ അത് വളരെ പ്രധാനം. പിന്നെ ഇതിൽ പോലീസിന്റെ സഹായത്തോട് കൂടി തന്നെയാണ്, രാഷ്ട്രീയ സഹായത്തോട് കൂടി തന്നെയാണ് പോലീസിനെ എന്തിനാ സഹായിക്കുന്നത്? പോലീസിനെ സഹായിക്കാൻ പോലീസിന് താല്പര്യം ഉണ്ടായിട്ടല്ല. എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ താല്പര്യം ഉണ്ടായിട്ടാണോ? മുകളിലുള്ള താല്പര്യമല്ലേ? അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം പറയാൻ പോലീസ് അതിൻ്റെ അകത്ത് സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല പോലീസിന് ഒരു താല്പര്യവും ഇല്ല അതിൻ്റെ അകത്തില്ല. പിന്നെ താല്പര്യമുള്ള പണത്തിന് വേണ്ടിയുള്ള ചില പോലീസ് ഓഫീസർമാരുണ്ടായിരിക്കാം. ഇവിടെ കൃത്യമായിട്ട് ഉന്നത രാഷ്ട്രീയ നേതൃത്വം അതിൽ ഇടപെടുകയും ഇയാളെ പ്രൊട്ടക്ട് ചെയ്യുകയും ഇവിടെ എല്ലാ സംരക്ഷണം കൊടുക്കുകയും
ചെയ്തതാണ് അദ്ദേഹം അന്ന് രക്ഷപ്പെടാൻ. വരുന്നു ആനന്ദ് കൊച്ചുകൂടി, ഈ കുറിപ്പിന്റെ കാര്യം അന്വേഷിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഈ കുറിപ്പ് സിനിമ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ സുരേഷ് മാത്യു, മലയാളിയാണ്, അപ്പൊ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ട് ഒരു സ്റ്റോറി ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് അന്ന് ഡൽഹിയിൽ നിന്ന് വന്ന് ആലപ്പുഴയിൽ പോയി ഞാൻ പറഞ്ഞു ഇത് വലിയ സമയമെടുക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാനൊരു ഭീമമായ തുക അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആലപ്പുഴയിൽ ഒരു മാസം ഇതിന്റെ പുറകെ ഉണ്ടായിരുന്നു. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ഏകദേശം 20-25 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റോറി കൊടുക്കുന്നത്. കാരണം അത്രയും ഇൻഫർമേഷൻ എനിക്ക് ഈ പറയുന്ന പോലെ ഹരിദാസ് സാറിന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയത്. അദ്ദേഹം ആദ്യം ഈ ജിതിന് കൊടുത്ത കേരള ശബ്ദത്തിൽ അദ്ദേഹം എഴുതിയ ഒരു 2-4 പേജിന്റെ ഒരു സാധനം മാത്രമേ എനിക്ക് തന്നുള്ളൂ. പിന്നെ ഞാൻ അദ്ദേഹത്തെ നിരന്തരം ശല്യപ്പെടുത്തി. അവസാനം കുറെ കൂടി സാധനങ്ങൾ എനിക്ക് കിട്ടി. അതായത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഈ രത്നമ്മ എന്ന് പറയുന്ന നേഴ്സ് അവരൊരു അൺറിലയബിൾ വിറ്റ്നസ് ആണെന്നാണ് അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചു. ചേച്ചി ഇപ്പോഴും നമ്മൾ 24 പോയി ചേച്ചി ഇപ്പൊ വീണ്ടും പറഞ്ഞു കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഹരിദാസ് സാറ് ഇവരോട് ചോദിച്ചു കുറിപ്പിന് എന്ത് ഹൈറ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു 6 അടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഹരിദാസ് സാറ് ചോദിച്ചു എനിക്ക് എത്ര പൊക്കം ഉണ്ടെന്ന് രത്നമ്മയോട് ചോദിച്ചു. രത്നമ്മ പറഞ്ഞു 6 അടി ആണെന്ന് പറഞ്ഞു. അപ്പോ അത് അവര് സാറ് പറഞ്ഞൊരു കാര്യമാണ്, ഒരു അനക്ഡോട്ട് പറഞ്ഞതാണ്. അപ്പോ ഈ ഹരിദാസ് സാറിന് ഇതിന്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ ഈ 46 അദ്ദേഹത്തിന്റെ കൈകൾ സ്വതന്ത്രമായിരുന്നില്ലേ? ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഫോറൻസിക് സർജനായ ബി ഉമാദത്തന്റെ മകനാണ്. ഈ കേസാണ് അവരുടെ വിവാഹ ബന്ധത്തിൽ വരെ ഒന്നിച്ചാണ് അന്വേഷിച്ചത്. ഈ ബി ഉമാദത്തന്റെ പോസ്റ്റ്മോർട്ടവും അദ്ദേഹമാണ് അന്ന് ആലപ്പുഴ ജില്ലാ കോളേജിലെ സർജൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടമാണ് ഈ കേസ് ഈ ചാക്കോയാണ് മരിച്ചതെന്ന് തെളിയിക്കാൻ ഹരിദാസ് സാറിന് പറ്റിയ പ്രധാന കാര്യം. അല്ലെങ്കിൽ ചിലപ്പോൾ സുകുമാരക്കുറുപ്പ് വിചാരിച്ചതുപോലെ ഇത് ചിലപ്പോൾ ഈ അദ്ദേഹം ഇപ്പോ എന്താ പറയുന്നത് അദ്ദേഹം തന്നെ മരിച്ചതായിട്ട് അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റിയാണ്. ഈ ജിതിൻ പറഞ്ഞല്ലോ ഇന്ത്യൻ എയർഫോഴ്സിനെ അദ്ദേഹം പറ്റിച്ചു. അപ്പൊ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് കേരളത്തിലെ പോലീസിനെ പറ്റിക്കാൻ അദ്ദേഹം വളരെ പോസ്റ്റ്മാന്റെ കുറിപ്പ് വെച്ചിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് വിശ്വസിക്കൂ? അല്ല, അത് ഇന്ത്യൻ എയർഫോഴ്സിനെ അതാണ് ഇപ്പൊ റെക്കോർഡിക്കലി അതാണ്. അപ്പൊ ഈ കുറിപ്പിനെ നമ്മൾ അംഗീകരിക്കണം. പിന്നെ അദ്ദേഹം ഈ മറ്റേ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ സുകുമാരൻ പറയില്ലേ ഈ ലക്ഷമുള്ളവൻ പ്രഭു കോടിയുള്ളവൻ ഈശ്വരൻ, MTയുടെ ഡയലോഗാണ്. അപ്പൊ അതുപോലെ ഈ ആ സമയത്ത് 80-ലാണ് ആ സിനിമ. അപ്പൊ ആ സമയത്ത് ഗൾഫിൽ അബുദാബിയിൽ വലിയ പണം ഉണ്ടാക്കിയ ഒരാളാണ് ഈ സുകുമാരക്കുറുപ്പ്. അല്ല, ഈ കുറിപ്പിനെ കാണാതായതിനു ശേഷം ഈ കുറിപ്പിന്റെ ഭാര്യയും കുടുംബവും ഒക്കെ തന്നെ ഈ ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ചും ദുബായിലും അബുദാബിയിലും ഒക്കെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതെല്ലാം യാഥാർത്ഥ്യമാണ്. ഈ കുറിപ്പിന്റെ കേസിന്റെ ട്രയൽ 1990 ഡിസംബറാണ്. അതിന്റെ ശിക്ഷാവിധി ഫെബ്രുവരി 14, 91. അതിനുശേഷം സരസമ്മ വീണ്ടും പുതിയ പാസ്പോർട്ട് എടുത്ത് കുവൈറ്റിലായിരുന്നു. അവര് 2018 വരെ കുവൈറ്റിലായിരുന്നു, നഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിനെ കുറിച്ച് അങ്ങ് അന്വേഷിച്ചായിരുന്നു. ഈ സുകുമാർ ഗ്രൂപ്പ് കാണിച്ചില്ലേ സ്വാമിയുടെ, അയാള് നല്ല മുടിയുള്ള ആളായിരുന്നു. ഒരു ഇച്ചിരി ചരിച്ച് നടക്കുമ്പോൾ ഇച്ചിരി ചരിച്ച് അയാളെ കണ്ടിട്ടുള്ളവർക്ക് ഇച്ചിരി ചരിച്ച് നടക്കുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, അയാൾക്ക് നല്ല മുടിയുണ്ട്. അയാൾ എൻ്റെ അറിവിൽ അയാളുടെ ഫാമിലിക്കെല്ലാം മുടിയുണ്ട്. അപ്പൊ എനിക്ക് അന്ന് നല്ല മുടിയായിരുന്നു, അത് ചുരുണ്ട മുടിയായിരുന്നു. പോലീസുകാരൊക്കെ വെട്ടിക്കളഞ്ഞ പോട്ടെ. അതല്ല ഞാൻ പറയണ, കഷണ്ടി അല്ല. അയാൾ മരിച്ചുപോയി. അയാൾ ഞാനിപ്പോ പറയാം മരിച്ചുപോയി. മരിച്ചിട്ടില്ല. ഞാനിപ്പോ വിശ്വസിക്കുന്നു ജീവനോടെ. 2 വർഷം മുമ്പ് നമ്മുടെ അനുവിനോട് ഞാൻ പറഞ്ഞതാണ്, അനുവിന്റെ ചാനലിൽ പറഞ്ഞതാണ് മരിച്ചു പോയിട്ട് 2 വർഷം മുമ്പ് പറഞ്ഞതാ. പക്ഷെ അയാളെ അവസാനം ജീവനോട് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അന്നും ആൽബി ഇത് തന്നെ പറയണം. ഞാൻ പറയാം, ഞാൻ നോക്കിയേ 12 കൊല്ലം ജയിലിൽ കിടന്ന ആളാ. 12 കൊല്ലം ജയിലിൽ കിടന്നെങ്കിൽ 10 വർഷം 5 വർഷം ഞാൻ പോയി കിടക്കാൻ തയ്യാറാ. അയാളെ പിടിച്ചു കഴിഞ്ഞാൽ റംസീൻ ഇസ്മായിൽ എന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം ഗുജറാത്തിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടു എന്നും പറഞ്ഞ് എന്നോട് വെളിപ്പെടുത്തി. റോമി, ഞാൻ ചോദിക്കട്ടെ, റോമി എന്തിനാ? റോമി ഒരു അധ്യാപകനാണ്. ഈ കുറിപ്പിന്റെ കഥ പോലീസുകാരൊക്കെ അന്വേഷിക്കുന്ന അവരുടെ ജോലിയുടെ ഭാഗം. താങ്കൾ എന്തിനാ അന്വേഷിക്കാൻ പോയത്? ഞാൻ എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു റംസീൻ ഇസ്മായിൽ. അദ്ദേഹം വന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊന്ന് ക്ലിയർ ആവണം എനിക്ക്.
ഇത് 42 വർഷമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. ഞാൻ ഈ ചെറുപ്പം മുതൽ ഇത് കേൾക്കുന്ന കേസ്. അപ്പൊ ഇതിനകത്ത് എനിക്കും ഇതൊന്നും സത്യസന്ധമായിട്ട് അറിയണം. അപ്പൊ അദ്ദേഹം പോലീസിൽ പരാതി കൊടുക്കാൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അങ്ങനെ അങ്ങ് പോയി. ഈ 2-3 വർഷം മുമ്പ് ക്രൈംബ്രാഞ്ചിൽ പരാതി കൊടുത്തായിരുന്നു. വീണ്ടും പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ റംസീൻ ഇസ്മായിലിനെയും കൂട്ടി പിന്നെ ഈ ചെറിയനാട് ഭാഗത്തെല്ലാം ഒരു അന്വേഷണം നടത്തി. ആദ്യം കിട്ടിയത് പിന്നെ കുറുപ്പിന്റെ അയൽവക്കത്ത് താമസിച്ച് ഇപ്പൊ ഏറെക്കുറെ കുറുപ്പിനോട് 70 വയസ്സ് മേളിലുള്ള ഒരാളുണ്ട്. ചെറുപ്പം പോലെ ഇവര് പിന്നെ അടുത്തടുത്ത ക്ലാസ്സുകളിൽ പഠിച്ച് വന്ന ഒരാള്. അയാൾ പറഞ്ഞത് എന്നോട് വെളിപ്പെടുത്തി, ചെറിയനാട് അയാൾ ഇപ്പൊ കടയും കൊണ്ടുണ്ട്. അയാൾ പറഞ്ഞത് ഈ കൊലപാതകം നടന്ന ശേഷം 7 വർഷം കഴിഞ്ഞ് കുറുപ്പ് ഈ വഴിയെ നടന്നു പോകുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടാന്ന് പറഞ്ഞു. 7 കൊല്ലം കഴിഞ്ഞ് നടന്നു പോയത് കണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇത് ഹരിദാസ് സാർ ഇത് വളരെ ശക്തമായിട്ടും വളരെ ക്ലിയർ ആയിട്ടും അന്വേഷിച്ചു വന്ന കേസാണ്. അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ഇത് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ കുറുപ്പിന്റെ കയ്യിൽ വീഴേണ്ടിയ വിലങ്ങ് അദ്ദേഹത്തിന്റെ കയ്യിൽ വീണു. അതാണ് അന്വേഷണം വഴി. ബാക്കി പറഞ്ഞത് സാർ പറഞ്ഞത് കറക്റ്റാണ്. അതായത് രാഷ്ട്രീയവും അലി അക്ബർ സാർ പറയുന്ന 3 കാര്യങ്ങൾ ഞാൻ 100% യോജിക്കുന്നു. രാഷ്ട്രീയക്കാരും പോലീസിലെ ചിലരും സമുദായ നേതാക്കന്മാരും ഇടപെട്ട അന്നും ഇന്നും കുറുപ്പിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് ഞാൻ പോയി നേരിട്ട് മനസ്സിലാക്കിയത് ഇവരുടെ ബന്ധു. ഞാൻ ഭാസ്കര പിള്ളയായിട്ട് 1/2 മണിക്കൂർ സംസാരിച്ചു. ഭാസ്കർ പിള്ള ഇപ്പൊ എവിടെ ഉണ്ട്? ഭാസ്കര പിള്ള സ്വന്തം അളിയനല്ലേ? അല്ല, ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവ്. അദ്ദേഹമായിട്ട് ഞാൻ 1/2 മണിക്കൂർ സംസാരിച്ചു. പക്കാ ക്രിമിനൽ ആണ് അയാള്. അല്ല അയാള് ഒന്നും ഇല്ലാതിരുന്ന ഒരു കൊലപാതക കേസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച ആളല്ലേ? അയാൾ ഇപ്പോഴും പറയുന്നത് അതേ ഭാഷയിൽ തന്നെ, അന്നത്തെ അതേ ഭാഷയിൽ തന്നെയാണ് അയാൾ ഇപ്പോഴും സംസാരിക്കുന്നത്. നിരാശയൊന്നുമില്ല, ഒരു നിരാശയില്ല, ഒന്നുമില്ല. പച്ചത്തറി പറഞ്ഞോളൂ. ഞാൻ സംസാരിച്ച് 20 മിനിറ്റ് അയാളുടെ വായിന്ന് പച്ചത്തറി തന്നെയാ വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ വെളിപ്പെടുത്തിക്കോട്ടെ. പിന്നെ ചാക്കോ ചേട്ടന്റെ അനിയന്മാരെ എല്ലാം എനിക്കറിയാം. ഞാൻ അതിനടുത്ത് പഠിപ്പിച്ചിട്ടുള്ള ഈ ചാക്കോ ചേട്ടന്റെ ഒരനിയൻ എന്നോട് പറഞ്ഞു, DYSP ഹരിദാസ് സാറിന്റെ SP ഓഫീസിലോട്ട്, പിന്നെ DYSP ഓഫീസിലോട്ട് ഇവര് ബന്ധുക്കളും ആക്ഷൻ കൗൺസിലും കൂടെ ഒരു മാർച്ച് നടത്താൻ പ്ലാൻ ചെയ്തു. മാർച്ച് നടത്താൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഹരിദാസ് സാർ ഇത് അറിഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചേച്ച് പറഞ്ഞു, 2 പോലീസുകാരെ വിട്ടിട്ട് പറഞ്ഞു, അബദ്ധം കാണിക്കരുത്, പോലീസിനെതിരെ നിങ്ങൾ ഒന്നും ചെയ്യരുത്, അത് ആളെ വീട്ടു തടങ്കലിലാക്കി ഞങ്ങൾ വെച്ചിരിക്കുകയാണ്, മേളിൽ നിന്നുള്ള ഓർഡർ കിട്ടിയാൽ ഞങ്ങൾ അപ്പം അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടു തടങ്കലുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു. അത് DYSP ഹരിദാസ് ഹരിദാസ് സാർ എന്നോട് പറഞ്ഞതല്ല, സഹോദരനോട് പറഞ്ഞ, സഹോദരൻ എന്നോട് പറഞ്ഞ, ചാക്കോ ചേട്ടന്റെ സ്വന്തം സഹോദരൻ അനിയൻ. ഇനി ചാക്കോ കേരളത്തിലോ കേരളത്തിന് വെളിയിലോ? ആലപ്പുഴ തന്നെ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, ഇതിന് വേറൊരു കാര്യം കൂടെ പറയാം. ചാക്കോ ചേട്ടന്റെ ചേട്ടനുണ്ട്, തോമസ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ, ഇപ്പം പഴവങ്ങാടി പള്ളി, ആലപ്പുഴ പഴവങ്ങാടി പള്ളിയിലെ ട്രസ്റ്റിയാണ് അദ്ദേഹം. അദ്ദേഹം എന്നോട് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്, അന്നത്തെ ഒരു മന്ത്രി, ആ മന്ത്രി ഈ പോലീസിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തോമസ് ചേട്ടൻ സംസാരിച്ചു. പോലീസ് ഇദ്ദേഹത്തെ 2 ആഴ്ചയായിട്ടും പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ മന്ത്രി ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ഒരു റെസ്റ്റ് ഹൗസിൽ, മന്ത്രി ആരാന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ബാക്കിയൊക്കെ താൻ ഇത് എന്തറിഞ്ഞിട്ടാണ് പോലീസിനെതിരെ അവിടെ സംസാരിച്ചതെന്ന് ചോദിച്ചു. മേലാൽ ഇനി ഇത് ആവർത്തിക്കരുത്, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുതെന്ന് പറഞ്ഞു. ഈ മന്ത്രി അദ്ദേഹത്തെ വരട്ടെ, അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചു നിൽക്കുന്ന സമയമാണ്. മന്ത്രി അദ്ദേഹത്തെ വരട്ടെ, അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ തന്നെ ഇപ്പോഴും ഇത് മരിച്ചു സിവിയർ അറ്റാക്ക് എന്നാ പറയുന്നത്. സിവിയർ അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അയാൾക്ക് അറ്റാക്ക് വല്ല ചങ്കിനുവേനയൊക്കെ തോന്നി എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവാം, ഈ പറയുന്ന രത്നമ്മയൊക്കെ കണ്ടിട്ടുണ്ടാവാം. ഈ 40 വർഷം മുമ്പത്തെ രത്നമ്മയുടെ പുറകെ ഇപ്പോഴും നടക്കുന്നത് എന്തിനാ? ഈ 40 വർഷം മുമ്പല്ല, 42 വർഷം മുമ്പ് വെളിപ്പെടുത്തിയതാണ് രത്നമ്മയുടെ വെളിപ്പെടുത്തൽ. ഈ ട്രയലിനും ശിക്ഷാവിധിക്ക് ശേഷമാണ് ഈ ജോർജ് ജോസഫിനാണെങ്കിലും പോലീസുകാർക്ക് കിട്ടിയത്. കാരണം ഇവരുടെ കത്ത് വന്നത് 88-ലാണെങ്കിലും ഇവർ പോസ്റ്റ് ചെയ്തത് 88-ലാണെങ്കിലും ഈ വിവരം പോലീസുകാർക്ക് കിട്ടുന്ന ഈ രത്നമ്മയുടെ കത്ത് പോസ്റ്റ് ചെയ്തിട്ട് അതെ. ഇത് പോലീസുകാർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് 90-ന് ശേഷമാണ്. അതിനുശേഷമാണ് ഈ പോലീസുകാർ ബൊക്കാറോയിലൊക്കെ പോയി ഈ ഇവർ പറയുന്ന പോലെ ജോഷി പറഞ്ഞ 5 ഹോസ്പിറ്റലിൽ, മൊത്തത്തിൽ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു കഥയാണ്. ചിലർക്ക് യൂട്യൂബ് ചാനലിൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. അപ്പൊ വ്യൂസ് വേണ്ടാത്ത ഒരാൾ പറയട്ടെ, കേസ് സ്റ്റഡിയേക്കാളും ശരിക്കും ചിരി തോന്നുന്ന ഒരു കാര്യമുണ്ട്. പഴയ ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, ജീവിക്കാൻ വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണെന്ന്. അയാൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി ബോൺ ക്രിമിനൽ, അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അയാൾ ശേഷിച്ച കാലം ജീവിക്കാനും ഈ പറഞ്ഞ പോലെ ലാവിഷായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനും പ്ലാൻഡ് ആയിട്ട് സ്കെച്ച് ചെയ്ത ഒരു കാര്യം.
അതിന് പിന്നെ ബാക്കപ്പ് ഓഫ് പൊളിറ്റിക്കൽ പവറും പൈസയും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, എന്നാലും എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഇപ്പൊ പോലീസിലെ ചില ആൾക്കാരെ സഹായിച്ചെന്നാണല്ലോ പറയുന്നത്. അതും ഈ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പിന്നിലുണ്ടായിരുന്നു. ഇവരൊക്കെ എന്തോ തീരുമാനിച്ചിട്ടാണ് ഈ കുറുപ്പിനെ പോലെ ഒരാളെ സഹായിക്കാൻ പോയെന്നുള്ളതാ. അയാളുടെ പവർ അയാൾക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് സാമൂഹികമായിട്ട് ഓൺലൈൻ അല്ലേ? ഓക്കെ, റെഡി. താങ്കൾക്ക് ഈ കേസ് അല്ലെ റീഓപ്പൺ എന്ന് പറയില്ലേ അല്ലേ, തുടരന്വേഷണം നടത്തിയാൽ അതിന്റെ നിയമ സാധ്യത എന്താണ്? ഇതിലെ ആദ്യം തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ജനിച്ചത് 91 ഞാൻ ജനിക്കണേക്കാട് മുമ്പുള്ളൊരു കേസിനെ 84 അപ്പൊ ജനിക്കണേക്കാട് മുമ്പുള്ളൊരു കേസിനെ കുറിച്ച് ഇപ്പോഴും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കും. അതൊരു കിട്ടുന്നവരെ ഉണ്ടായിക്കൊണ്ടിരിക്കും തീർച്ചയായും. അപ്പൊ സാർ ഇതില് ഈ പുനരന്വേഷണത്തിന്റെ ഒരു ചോദ്യമാണ് വരേണ്ടത് സാർ. അതില് 2 കാര്യങ്ങളാണ്. അതായത് ഈ 84 നടന്നൊരു കൃത്യം, ഈ 84 നടന്ന കൃത്യത്തിന് എവിഡൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇഷ്യൂ, തുടരന്വേഷണം നടത്താൻ പറ്റുന്നു. അതിൽ ഈ നമ്മൾ ഈ എവിഡൻസ് ആക്ട് നോക്കുമ്പോഴേ, എവിഡൻസ് ആക്ടില് പ്രിസംപ്ഷൻ ഓഫ് ഡെത്ത് എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ അതില് സിവിൽ കേസസിലോ അല്ലെങ്കിൽ ഫാമിലി ഡിസ്പ്യൂട്ട്സോ അങ്ങനെ ടാക്സ് ഡിസ്പ്യൂട്ട്സിലോ മാത്രമേ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രിമിനൽ കേസസിൽ ഈ പ്രിസംപ്ഷൻ ഓഫ് ഡെത്ത് ആസച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലീഗലി ഒരു പ്രശ്നമില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം സാർ. ഞാൻ ജസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 2026 ജൂണില് ഈ വൈശാലി എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ഇവിടെ ബീഹാറിൽ 1977 ഉണ്ടായ ഒരു കൃത്യം, അതിനുശേഷം 44 വർഷങ്ങൾക്ക് ശേഷം 84 വയസ്സുള്ള ഒരാളെ ശിക്ഷിച്ചു. ഈ 2026 ജൂണിലാണ് അതിന്റെ വേർഡിക്റ്റ് വന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് ഇപ്പൊ 78 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ് ഒരാളെ ഇനിയിപ്പോ ഈ ട്രയൽ നടത്തിയതിന് ശേഷം കഴിഞ്ഞാൽ പോലും ശിക്ഷിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു മോറൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. അതിനുള്ള ഉത്തരം ഇതിലുണ്ട്. അതായത് ഇപ്പൊ ഏത് കുറ്റം ചെയ്ത ആളാണെങ്കിലും കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കണ്ട. അതിപ്പോ വയസ്സ് കാലഹരണപ്പെടുന്നില്ലല്ലോ. തീർച്ചയായും സാർ. അതെ ഈ പറഞ്ഞു പ്രിസംപ്ഷനെ സംബന്ധിച്ച് പറഞ്ഞതില് ഒരാള് കാണാതെ പോയി 7 വർഷം കഴിഞ്ഞാൽ മരിച്ചതായിട്ട് കണക്കാക്കുമെന്നാണ്. അതിപ്പോ ഈ പറഞ്ഞതിന്റെ ബാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരാൾ അബ്സ്കോണ്ടിങ് ആണ്. സാധാരണ ഒരാൾ മാൻ മിസ്സിംഗ് കേസ് എടുത്താൽ 7 വർഷം കഴിഞ്ഞാൽ അയാളുടെ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അയാളുടെ ബന്ധുക്കൾക്ക് മരിച്ചു എന്നുള്ളത് ലീഗൽ പ്രിസംപ്ഷനാണ്. ഇതിനകത്ത് അങ്ങനെയല്ല. ഇയാൾ അബ്സ്കോണ്ടിങ് ആണ്. ഒരു കുറ്റകൃത്യം, ഒരു കൊലപാതകം ചെയ്തിട്ട് ഒളിവിൽ പോയിരിക്കുന്ന ആളാണ്. അയാൾ എന്ന് വന്നാലും അയാളെ പിടിക്കാം, അയാളെ ട്രയലിന് വിധേയമാക്കാം. ഇപ്പൊ നമുക്കറിയാം, ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു കൊല്ലംകാരൻ ഒരാൾ ഒരു ബന്ധുവിനെ കൊന്നതിന് 40 വർഷത്തിന് ശേഷം പറഞ്ഞിട്ട് ഇപ്പം ആ ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. അങ്ങനെ അതെ, കല്ലറയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ലിമിറ്റേഷന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ അത് എപ്പോ വേണമെങ്കിലും ഇയാളെ പിടിക്കാന്നുള്ള, ഇയാൾക്ക് എത്ര പ്രായം ഉണ്ടെന്നുള്ളതോ അയാളെ ശിക്ഷിക്കുമോ എന്നുള്ളതല്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. അത് അയാളെ പിടികൂടണം. അതാണ് നീതി നിർവഹണത്തിന്റെ ഭാഗം. പോലീസ് അതാണ് ചെയ്യേണ്ടതും. ഒരു ദിവസം ചാക്കോയുടെ കുടുംബത്തിന് നീതി കൊടുക്കാൻ കഴിയുന്നെങ്കിൽ പിടിക്കണമെന്നാണ് പറയുന്നത്. ആദ്യം ഒരു ചോദ്യം ചോദിച്ചു. ഈ ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് ഈ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യയൊക്കെ ഗൾഫിലായിരുന്നു എന്ന്. ഗൾഫിൽ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേര്, അവർക്ക് കിട്ടുന്ന ശമ്പളം, അവരുടെ മറ്റ് തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ, അതെന്താന്ന് ഞാനിപ്പോ പറയുന്നില്ല. ഇന്നത്തെ ആധുനിക കാലത്തിൽ കേരള പോലീസിന് പെട്ടെന്ന് അന്വേഷണത്തിൽ എത്താൻ പറ്റുന്ന ചില എവിഡൻസ് കാര്യങ്ങളുണ്ട്. അതെല്ലാം അടങ്ങിയത് അയാളുടെ മോൻ സുമിത് പിള്ള, അവരുടെ 2 ഭാര്യമാര്, അവര് വന്ന് വിവാഹം കഴിച്ച വീടുകള്, അവര് ഈ ഭാസ്കര പിള്ളയുടെ മക്കള്, ഇയാളുടെ അളിയന്മാര്, ഞാൻ എണ്ണം പറയുന്നില്ല. അത്രയും ക്ലോസ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സിൻ്റെതാണ് ഞാൻ ശേഖരിച്ചത്. ഇവരെല്ലാം സുഖകരമായിട്ട് ജീവിക്കുകയാണ്. സുഖമായ ജീവിതം. 6000 സ്ക്വയർ ഫീറ്റിന്റെ വീടുകൾ വരെ വെച്ച് ജീവിക്കുന്നു. അപ്പൊ ഒരു ദിവസം ചാക്കോയുടെ കുടുംബത്തിന് നീതി കൊടുക്കുക. ഭാസ്കര പിള്ള തോർത്ത് കഴുത്തിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഷാഹൂടെ ഇട്ടപ്പോൾ മദ്യം കുടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വായിലോട്ട് നോക്കിയപ്പോൾ അയാൾ പറയുന്നു, എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, ഞാൻ നിരപരാധിയാണ്, നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കുകയാണെന്ന് നിലവിളിക്കുന്നുണ്ട്. അപ്പൊ ഭാസ്കര പിള്ള ഞാൻ പറയുകയാണ്, അപ്പോഴേ ഞാൻ തോർത്തുകൊണ്ട് അങ്ങ് മുറുക്കിയെന്ന്. എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. ബ്രൂട്ടലായിട്ടാണ് കൊലപ്പെടുത്തുന്നത്. ഭാസ്കരപിള്ള അറിയാം, പൊന്നപ്പനെ അറിയാവുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ള സാറേ, ഇപ്പോഴേ ഈ 80 വയസ്സുള്ള മനുഷ്യൻ
പോലീസ് ഇപ്പൊ കീഴടക്കിയിട്ട് ഇങ്ങനെ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ പോലീസ് ക്ഷമിച്ചു കൊടുക്കും. അല്ല ഞാൻ പറയുന്നത് തെറ്റ് അയാൾക്ക് കീഴടങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണേ നമുക്ക് ഇപ്പൊ കൊടുക്കാം. അല്ല അല്ല ഞാൻ കേട്ടിട്ട് കീഴടങ്ങിക്കോട്ടെ. ഞാൻ പറഞ്ഞതല്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന്. കുറുപ്പേ, ഈ പ്രോഗ്രാമിനോട് വല്ല ആദരവ് ഉണ്ടെങ്കിൽ കീഴടങ്ങും. കീഴടങ്ങിയാലെന്ന് മാത്രമല്ല ഇത് പിടിക്കാനും പോകുന്നില്ല. ഇല്ല. അപ്പൊ അതുകൂടാണ്ട് പിന്നെ കോടതി പറയണ ഞാൻ പല കേസും ഞാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ നിയമമില്ലല്ലോ. ഞാൻ പലതും ആൽബി, അത് അങ്ങനെ നമുക്കൊന്നൊരു പഞ്ചായത്ത് ഇടപെടുമല്ലോ. ഇത് അങ്ങനെ പറ്റത്തില്ല. കോടതി ചെന്നിട്ട് വകുപ്പാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ് ഒരു കേസിൽ പ്രതിയായിട്ട് സെൻട്രലിൽ എനിക്ക് തോന്നുന്നറിയോ, ആൽബി ആത്മീയതയോട്ട് മാറിയപ്പോ മനസ്സൊക്കെ കുറച്ച് പാകമായിട്ടുണ്ട്. അതല്ല, കോടതിയിൽ അവിടെ ചെന്ന് കഴിയുമ്പോ ജഡ്ജിയോട് പറയണ്, ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടെ, പറയണ് ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിച്ചതാണ്. ആൽബി തെറ്റ് ചെയ്യുന്നത് മാനുഷികവും അത് പൊറുക്കാനുള്ള അല്ല, തെറ്റ് ചെയ്യുന്നത് മാനുഷികം അത് പൊറുക്കാനുള്ള കഴിവ് ഞാൻ ഒരുപാട് കേസ് കൊട്ടേഷൻ അല്ലായിരുന്നു, ഒരു കൊലപാതകമാ. ഒരു കാര്യം, ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയുന്നു എന്നെ ഒരു നേതാവ് പറഞ്ഞിട്ടനുസരിച്ചാണ് ഇത്രയും വലിയ കുറ്റവാളികളെ ഞാൻ പറഞ്ഞു. ആ ആള് പ്രതിയായിട്ടുണ്ടോ കേസി? ആള് പ്രതിയായോ? കായംകുളത്തുള്ള കോൺഗ്രസ് നേതാവ് പ്രതിയായില്ല. ഒരു ടെലിവിഷൻ വിരുദ്ധനാ, ടി വി കാണത്തില്ല, പ്രതിയായിട്ടില്ല സാറേ, ടി വി കാണാറില്ല. നിങ്ങളുടെ കൂട്ടുള്ള പടം ഉണ്ടായ നമ്മുടെയൊക്കെ ജീവിതം പ്രതിയായിട്ടില്ല. പക്ഷെ ഒരു നിരപരാധി പാവപ്പെട്ടവനായിരുന്നെങ്കിലോ പോക്കറ്റടിക്കാരനെ കൊണ്ട് ആൽബിക്ക് എന്തോ സോങ് അഭിപ്രായം. ഒരു ഞാന് ജയിലിൽ നിന്ന് വന്നപ്പോ എനിക്ക് ജയിലിൽ പോകുമ്പോ 21 കേസായിരുന്നു. ഏത് വർഷം? 85. 21 കേസ്. അപ്പൊ ജയിലിൽ കിടന്ന ശിവജി എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ, പുളിക്കുന്നകാരൻ, അവൻ ജയിലിൽ ആടിയിട്ടുള്ളവനാ. അവൻ എന്തെന്ന് പറഞ്ഞ് ആൽബിനെ ഈ ശിക്ഷ കഴിയുമ്പോ ഒന്നേന്ന് കിടക്കേണ്ടി വരും. ഈ കേസിൽ 7 വർഷം കിട്ടും, ഇല്ലെങ്കിൽ 3 വർഷം കിട്ടും, ഇല്ലെങ്കിൽ 1 വർഷം കിട്ടും. ഇത് എഴുതി തന്നു കഴിഞ്ഞാൽ ആൽബി അന്നും ജയിലിൽ തന്നെ കിടക്കും. അങ്ങനെ പറ്റിയ എനിക്ക്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഒരു സങ്കടം ബോധിപ്പിക്കാറുണ്ട്. എന്താണെന്ന് പറയാം, ജയിലിൽ കിടക്കുക ഇതുപോലെയല്ല, അപ്പുറം തോക്കായിട്ട് കൊണ്ടുനടക്കുക ബലം കിട്ടിട്ട്. അന്നത്തെ കാലത്ത് ബലം കഴിക്കത്തില്ല കോടതി കയറിയാലും. ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി എന്റെ ബലം കഴിക്കണമെന്ന് പറഞ്ഞു, എന്നിട്ട് വേണം സംസാരിക്കാന്ന് പറഞ്ഞു. ബലം കഴിച്ചിട്ട് പുറകിയപ്പോൾ തന്നെ ബലം കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 7 വർഷം ശിക്ഷിച്ച കേസ്, കർണാടകത്തിൽ പോലീസുകാരനെ വീട് കയറി വെട്ടിയ കേസ് 7 വർഷമാണ്. ഇയാൾക്ക് വല്ലതും പറയാനുണ്ടാവുന്നത് പോലീസുകാരനെ വീട് കയറി വെട്ടി. അപ്പൊ ഞാൻ 7 വർഷം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി ഞാനിപ്പോ ജീവപര്യന്തം ശിക്ഷ കിടക്കുക, അതുകൊണ്ട് ഈ ശിക്ഷയിൽ തീർന്നു തരാൻ ഇന്ന് മുതൽ ഡേറ്റ് ഇട്ട് എഴുതി തരണം. ജഡ്ജിക്ക് എഴുതി തന്നു. അത് കാരണം ഈ 21 കേസിൽ 1, 2, 3 വർഷം ഇതിൽ എഴുതി തന്നു. അന്ന് മുതൽ ശിക്ഷ അനുഭവിക്കാതെ എഴുതി ജയിലിൽ കൊണ്ട് കൊടുത്ത കാരണം ജീവപര്യന്തം 12 കൊല്ലം ശിക്ഷ കഴിയുമ്പോൾ ഞാൻ പോകുന്നു. എന്നെ രക്ഷപ്പെടുത്തി. ഈ ബുദ്ധി കുറിപ്പിന് ഉപദേശിച്ചു കൊടുക്കണ്ട എന്തായാലും. അനൂപേ, അനൂപ് ഈ കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ? ഇത് ഈ കാര്യം അന്വേഷിച്ചു. അനൂപിന് എന്താ തോന്നി? സുകുമാരക്കുറുപ്പിന്റെ വീട്ടിൽ കയറി പാലാച്ചയാളാ. പാലാച്ച് ഹൗസ് വാമിംഗ് നടത്തിയാളെ, ഈ പണി വണ്ടാണിത്തിറങ്ങണ വീട്. ശരി, അവിടെ പാല് വെച്ചോ? യൂട്യൂബ് ചാനൽ റീച്ച് ആകാൻ വേണ്ടി ഞാൻ എന്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വെറുതെ പോയി പാല് കഴിച്ചു. യൂട്യൂബ് ചാനൽ റീൽസ് ഇട്ടോ? യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ ഞാൻ പഴയ സാധനമൊക്കെ ഇട്ടിട്ട് അങ്ങനെ റീച്ച് ആകില്ല, നെഗറ്റീവ് കമന്റ് ഇടാന്ന് ഓർത്ത്. അങ്ങനെ ഈ കുറുപ്പ് സിനിമ ഇറങ്ങിയപ്പോ ഞാൻ സുകുമാരക്കുറുപ്പിന്റെ വീട്ടിൽ പോയി, വണ്ടാനത്തുള്ളത്, പണി തീരാത്ത വീട്. അപ്പൊ ഞാൻ അവിടെ കയറിയിട്ട് പാല് കാച്ചി, വെറുതെ പാല് കാച്ചി സുകുമാരക്കുറുപ്പിന്റെ വീട്ടിൽ കയറി പാല് കാച്ചി നമ്പർ വീഡിയോ ഇട്ട് വൈകുന്നേരം 30,000 വ്യൂസായി. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് നെഗറ്റീവ് മതി. അപ്പൊ ഞാൻ കുറുപ്പിന്റെ പുറകെ അങ്ങ് ഇറങ്ങി അവിടെ ചെന്നപ്പോ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കുറുപ്പിന്റെ അളിയൻ വന്നു. ഞാൻ ആ രാധാകൃഷ്ണൻ എന്റെ ഒരു വീഡിയോ കൊടുക്കുന്നു വെച്ചു. അങ്ങനെ രാധാകൃഷ്ണന്റെ വീഡിയോ കൊടുത്ത് ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം നോക്കിയപ്പോ 8 ലക്ഷം വ്യൂസായി. പിന്നെ ഞാനങ്ങോട്ട് വിറ്റി. രാധാകൃഷ്ണൻ പുരാണം എന്തോ? അപ്പോ രാധാകൃഷ്ണൻ മരിച്ചുപോയി. അല്ല, എന്തായിരുന്നു പാർട്ടി? രാധാകൃഷ്ണൻ കുറുപ്പിന്റെ അളിയൻ. അപ്പൊ രാധാകൃഷ്ണൻ പറഞ്ഞത് കുറുപ്പ് മരിച്ചിട്ടില്ല മോനെ, ഉത്സവത്തിൽ. ഏത് വർഷമാണ് പറയുന്നത്? അതൊരു 4 വർഷം മുമ്പ്. 4 വർഷം മുമ്പ്. എന്നിട്ട് ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ ഈ ഹരിദാസ് സാറിനെയും പിന്നെ ഈ പറഞ്ഞ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, പിന്നെ ഉണ്ണിത്താൻ സാറ്, അവരൊക്കെ വീട്ടിൽ പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ച് ഇതിനെപ്പറ്റി ഞാൻ തമാശ പോലെ നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുക്കാനല്ല, ഞാൻ വെറുതെ ഒരു കോമാളിയായ രീതിയിൽ പോയി എടുത്ത് സംഭവം എന്ന് പറയാൻ വേണ്ടി. അപ്പൊ ഇവരെല്ലാം പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഉണ്ണിത്താൻ സാറിനാണ് ഈ ചാക്കോ പാടം, ഈ പബ്ലിക് പ്രോസിക്യൂട്ടറിനാണ് ഈ ചാക്കോ പാടം, ചാക്കോ മരിക്കണ പാടം. അവിടെ ഒരാളും കൂടി ഇങ്ങനെ എടുക്കാണ്ട് എനിക്ക്, അതായത് ഈ കാറ് കത്തുന്നൊരു ദൃക്സാക്ഷിയുണ്ട്, അത് അവിടുത്തെ സെക്യൂരിറ്റി, അത് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കമ്പനിയുടെ അവിടുത്തെ ഒരു സെക്യൂരിറ്റിയാണ്. അപ്പൊ അയാൾ ഇനി തപ്പി കിടക്കണേ. അപ്പൊ അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹരിദാസ് സാറിന് ഓർമ്മ കുറെ പോയി. ഞാൻ ചെന്ന്
ചോദിക്കുമ്പോഴേക്ക്. അപ്പൊ ഹരിദാസ് സാറും പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധമുണ്ട്. കുറുപ്പ് ഇതുവരെയും മരിച്ച് കാണില്ലെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ മരിച്ചു കാണുന്ന മരിച്ചിട്ടില്ല. ആരെവിടെ മരിച്ചു കാണുന്നു? ആൽബിയാ പറഞ്ഞു. അല്ല ഞാൻ ഇറച്ചി ആൽബിനെയും വടിവാൾ പുരുഷനെയും പിന്നെ ഈ പറഞ്ഞ പോലെ പല പല ഗുണ്ടാ സംഘങ്ങളെയും ഈ കുറുപ്പ് സംബന്ധമായിട്ട് ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ പറയുന്ന നമ്മുടെ DYSP ഹരിദാസ് സാറ്, കുറുപ്പിന്റെ അളിയൻ, കുറുപ്പിനെ തട്ടിക്കൊണ്ടുപോയ കുറുപ്പിന്റെ സുഹൃത്ത് പൊന്നപ്പന്റെ മരിച്ചുപോയ പൊന്നപ്പൻ ഡ്രൈവറിന്റെ കൂട്ടുകാരൻ ഗുണ്ട് ശിവൻ, കുറെ സാധനങ്ങൾ. ശിവദാസിനെ കണ്ടില്ല. ശിവദാസനെ കണ്ടില്ല. ഞാൻ പറഞ്ഞേ അന്നും ഇപ്പോഴും ഞങ്ങൾ ഓടുന്നുണ്ട്. അനുവിനോട് ഞാൻ പറഞ്ഞ് സുമാരക്കുറുപ്പ് ജീവിച്ചില്ല, മരിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം. സുകുമാരക്കുറുപ്പിന്റെ ഭാര്യന ഓണ പരിശോധനക്ക് വിധേയമായി. അല്ലാണ്ട് ക്രൈംബ്രാഞ്ച് ഒന്ന് അന്വേഷിച്ചാലും നടക്കില്ല. അല്ല, നുണ പരിശോധിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പോലീസ് ഇത് ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുക്കണം. ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന്റെ അന്വേഷണം ഈ ലോക്കൽ പോലീസ് നടത്തിയതിനു ശേഷം കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. അല്ലെങ്കിൽ അന്ന് ഇത്രമാത്രം പ്രമാദമായ കേസല്ലേ, അന്ന് പോളക്കുളം കേസൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായതാ. CBIക്ക് വിടാമായിരുന്നല്ലോ. ഇത് നാഷണൽ ഇന്റർനാഷണൽ ലെവലിലുള്ള വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ്. അതെന്താ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. ഇത് നാടകമാണ് ക്രൈംബ്രാഞ്ച് കാണിക്കുന്നത്. രത്നമ്മയുടെ പുറകെ എന്തിനാ ക്രൈംബ്രാഞ്ച് ഇപ്പൊ പോണം? പണ്ടത്തെ എങ്ങോ കുറുപ്പിനെ കണ്ട രത്നമ്മയുടെ വീട്ടിൽ രാവിലെയും ഉച്ചക്കലും വൈകുന്നേരം ജില്ല രത്നമ്മ സുഖമാണോ ക്രൈംബ്രാഞ്ച് ചോദിക്കണേ? ഇതൊക്കെ വെറും വിഡ്ഢിത്തരമാണ്. ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന അന്വേഷണം. ഈ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ സരസമ്മേനെ നുണ പരിശോധന വിധേയമാക്കിയാൽ സുകുമാരക്കുറുപ്പ് എവിടെയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിട്ട് ഞാൻ കണ്ടെത്താൻ പോട്ടെ. എനിക്ക് ഡൽഹിയിൽ നിന്ന് ഭീഷണി വന്നത്. ഞാൻ ഇതിന്റെ പുറകെ പോയിട്ട് ഡൽഹിയിൽ നിന്നാണ് ഭീഷണി വന്നത്. ഇപ്പോഴും ഭീഷണിയാണ്. എപ്പിസോഡ് ഡിലീറ്റ് ചെയ്യണം. എപ്പിസോഡ് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ കാണും. എന്നെ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വിളിച്ചു. ഭീഷണിപ്പെടുന്നവരെ പേടിക്കേണ്ട കാര്യം എനിക്കറിയാൻ പാടില്ല. അല്ല, ആൽബിച്ചാൻ നമുക്ക് വ്യക്തമായിട്ട് പുള്ളിക്കറിയാം. കാരണം ഈ സരസമ്മേനെ നുണപരിശോധന വിധേയക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇതിന്റെ പുറകെ പോണത്? സുകുമാരക്കുറുപ്പ് എവിടെ ഉണ്ടെന്ന് സുകുമാരക്കുറുപ്പിന്റെ ഭാര്യക്ക് വ്യക്തമായിട്ട് അറിയാം, മക്കൾക്കറിയാം. പിന്നെ നിങ്ങൾ ഈ പറയണ പോലെ സുകുമാരക്കുറുപ്പ് നല്ല 5 സ്റ്റാർ ജീവിതം നോക്കി നല്ല വെള്ളമൊക്കെ അടിച്ച് നല്ല ഫ്രീക്കപ്പ് നിങ്ങൾ വിചാരിക്കണല്ലോ ഈ സാമ്യാണ്. ഈ രത്നമ്മേനെ വരെയും സുകുമാരക്കുറുപ്പ് പറ്റിച്ചേക്കണത്. രക്തമ്മേനൊക്കെ ഒരു സുകുമാരക്കുറുപ്പ് സാർ ഇപ്പൊ വണ്ടാനത്തെ വീടുണ്ടോ സുകുമാരക്കുറുപ്പിന്റെ? അത് എത്ര കൊല്ലം മുമ്പ് പോണതാ. ഇന്നത്തെ കോടീശ്വരന്മാരെ പണിയണ വീടാണ്. അന്ന് അത്ര കൊല്ലം മുമ്പ് പോണത് വെച്ചേക്കണത്. ഇപ്പൊ വണ്ടാനത്ത് പോണ വീട്. അപ്പൊ അത്രയും ബ്രില്യന്റ് ആണ് സുകുമാരക്കുറുപ്പ്. ഇപ്പോഴും മരിച്ചിട്ടുള്ള അയാൾ ജീവിച്ചിരിക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പഴയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അന്വേഷണത്തിൽ കോടികൾ വില വരുന്ന സ്വത്തുവകകൾ അന്വേഷണ സംഘങ്ങൾ ഈ നാളിതുവരെ കണ്ടെത്താത്ത സുഹൃത്തിന്റെ പേരിലുള്ള ഉണ്ട്. അയാളുടെ സുഹൃത്തിന്റെ പേരിലോ? അയാളുടെ സ്വന്തം 74 സെന്റ് സ്ഥലവും ഒരു വീടും ചെറിയ നാട് കിടപ്പുണ്ട്. 50-30 കിടപ്പുണ്ട്. 63 സെന്റ് സ്ഥലമുണ്ട്. അതിനൊക്കെ ഇന്ന് കോടികൾ വില വരും. അന്നൊന്നും കണ്ടുകെട്ടിയില്ലല്ലോ. വേറെ ഒരു പാവപ്പെട്ടവന്റെ ആയിരുന്നു. അതെല്ലാം കണ്ടുകെട്ടിയിട്ട് മാളത്തിൽ നിന്ന് പോയിച്ചിറക്കത്തില്ലായിരുന്നു. അത് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ റിപ്പോർട്ട് ഗൗരവമായിട്ട് എടുത്തില്ലേ കേരള പോലീസ്? സാറേ, ഇപ്പോഴും സ്മിതാഭവനിൽ പോയിട്ട് സാറ് ഈ ക്യാമറ ആയിട്ട് നിന്ന് നോക്കിയേ. സുകുമാരക്കുറുപ്പ് അതായത് ഈ പറയുന്ന ഇദ്ദേഹം വീട്ടിൽ ചെന്നാണ് നമ്മുടെ ഭാസ്കരപിള്ള ഇപ്പോഴും ജീവിച്ചിരിക്കണേ. ഭാസ്കരപിള്ള ഇദ്ദേഹത്തിന് പറയാ എന്റെ ഈ 2 കൈ കൊണ്ടാണ് കൊന്നതെന്ന് പറഞ്ഞത്. ചാക്കോന്റെ ഭാര്യ അവര് കല്യാണം കഴിഞ്ഞ സമയത്താണ് ഇയാൾ മരിക്കണത്. ചാക്കോന് നീതി കിട്ടണം. നമ്മുടെ സുകുമാരക്കുറുപ്പ് ഇവിടെ സൂപ്പർ സ്റ്റാർ എന്നല്ല, അവൻ ഇവിടുത്തെ കൊലയാളിയാണ്. ഞാൻ കേരളത്തിലെ എല്ലാവരോടും ഞാൻ സംസാരിക്കണമെന്ന് വെച്ചാൽ എത്രയും പിടിയുന്ന സുകുമാരക്കുറുപ്പിന്റെ ഭാര്യക്കും ഭാസ്കരപിള്ളയുടെ ഭാര്യക്കും ഇതിൽ പങ്കുണ്ട്. ഈ തല കരിച്ചാണ് കൊന്നേക്കണം കുളിമുറിലിട്ട്. ഞാൻ സ്മിതാഭവന്റെ അവിടെ ചെന്നപ്പോ ഈ സംഭവം വെച്ചാൽ ഞാൻ അവിടെ നിന്ന് വെറുതെ ഇറങ്ങിയപ്പോ എന്നെ വളഞ്ഞവിടെ ഗുണ്ടാ സംഘങ്ങൾ. മനസ്സിലായി? എന്നിട്ട് അടി കിട്ടാൻ പോയി ഞാൻ വേറെ വഴി വിട്ടളഞ്ഞു. അല്ലെങ്കിൽ അടിച്ചു പൊളിച്ചു. കുറുപ്പിന്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം, നാട്ടുകാരെ പറഞ്ഞ അവിടെ നാട്ടുകാരല്ല, കുറുപ്പിന്റെ വീട്ടുകാരൊക്കെ ഗുണ്ടാ സംഘങ്ങളാണ്. നിങ്ങൾ ഈ ഭാസ്കരപിള്ളക്ക് അറിയുമായിരിക്കും കുറുപ്പിയേട്ട എവിടെ ഉണ്ട്? പിന്നെ ഭാസ്കരപിള്ളല്ലേ ഒരു കാര്യം ഒറ്റ കാര്യം പറയാം. ഭാസ്കരപിള്ള ഒരു അച്ഛൻ പ്രത്യക്ഷപ്പെട്ട് അറിയാമോ? ഭാസ്കരപിള്ളക്ക് മറ്റേത് ഓർമ്മയില്ലേ? ധ്യാനം. ഒരു അച്ഛൻ തന്നെ പെട്ടെന്ന്. ഭാസ്കരപിള്ള പാവമാണ്. പിന്നെ നമ്മുടെ ചാക്കോന്റെ ഭാര്യനെ വിളിച്ചിട്ട് കൈപിടിപ്പിച്ചു. അച്ഛൻ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും. പോലീസ് അന്വേഷിക്കണത്. കേരള പോലീസുകാരെ പിന്നെ എന്തിനാ കണക്കാക്കിയിട്ട്? അല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാം. എനിക്ക് രമേശ് ചെന്നിത്തല ഓർഡർ തന്നെ. എനിക്ക് അതിനുള്ള സോഴ്സ് ഇല്ല. നിങ്ങൾ ഓർഡർ എന്ന കുറിപ്പിനെ ഞാൻ പിടിച്ചതാന്ന്.
ഇത് വെറുതെ പറഞ്ഞതല്ല. ഇവരൊക്കെ മരിച്ചത് അതെന്നൊക്കെ പറയുന്നത്. ക്രൈംബ്രാഞ്ച് പറഞ്ഞു ഉത്തരവാദിത്തോടാണല്ലോ ഞാൻ പറയുന്നത്. ഡിവൈഎസ്പി ഓർഡർ തന്നാൽ കുറുപ്പിനെ പിടിക്കുമെന്നുള്ളത്. മരിച്ചു പോയി ഡിവൈഎസ്പി. ഈ പറഞ്ഞ ഇവരൊക്കെ പോയ ഡിവൈഎസ്പിയുടെ വീടിന്റെ ഉള്ളിൽ കയറി ഞാൻ വ്ലോഗ് ചെയ്തപ്പോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, മോനെ കുറുപ്പ് മരിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് പുള്ളിക്ക് ഓർമ്മക്കുറവുണ്ടായിക്കോന്ന് കൊടുത്ത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം പറഞ്ഞു മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്, പിടിക്കണം. ഞാൻ വെച്ചാൽ എന്താ പിടിക്കാതെന്ന് വെച്ചാൽ ഇവിടുത്തെ പോലീസുകാർക്കുള്ള കഴിവില്ലെന്ന് പറഞ്ഞു. അയ്യോ, കഴിവില്ലാത്തോണ്ടൊന്നല്ല, അങ്ങനെ പറയാം. അങ്ങനെ കഴിവില്ലാത്തോണ്ടല്ല, കഴിവില്ലാത്ത ഞാൻ വരുന്നു. പറഞ്ഞ ഒരു കാര്യമുണ്ട്. അയാൾക്ക് കോടാനുകോടി സ്വത്തുണ്ടെന്ന് പറയുന്നു. അത് പലരുടെയും പേരിലാണെന്ന് പറയുന്നത്. ഈ തുച്ഛമായ ഇയാളെ മരിച്ചത് വരുത്തിയിട്ട് ഈ കോടാനുകോടി സ്വത്തിൽ ഇയാൾക്ക് ജീവിക്കാൻ പറ്റുമോ? സാറേ പണക്കൊതി ചോദിക്കുന്ന മറുപടി. രണ്ടാമത്തത്, ഈ കോടാനുകോടി സ്വത്തുണ്ടാക്കിയ ഈ ഒരാളെ കൊന്നെന്നും പറഞ്ഞ് തന്നെ കൊന്നെന്നും പറഞ്ഞ് ഈ 7 ലക്ഷം രൂപ മേടിച്ചിട്ട് ഇയാൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? സാമാന്യം ബുദ്ധി ഒന്നില്ലെന്നാണ് പറയുന്നത്. അല്ല, അയാൾ കൊന്നതാണ്. അയാൾ കൊന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ കൊന്നില്ലെന്നല്ല പറയണത്. പക്ഷെ അത് ചിന്തിക്കേണ്ട പ്രശ്നമാണ്. അല്ല, ആൽബി പറയുന്നത് ഈ കാര്യത്തിന് ആയിരിക്കൽ അയാൾ കൊന്നതെന്നാണോ? ആര്? ഈ 7 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആയിരിക്കൽ അയാൾ കൊന്നതെന്നാണോ ആൽബി പറയുന്നത്? വേറെ എന്തോ കാര്യങ്ങൾ കാണും. അത് ആൽബി ചോദിക്കണ്ടായിരുന്നു. അതെങ്ങനെ ചോദിക്കാനാണ്? നമ്മൾക്ക് പൈസ കിട്ടണം, അത്രേ ഉള്ളൂ. ബോഡി ആൽബി പറയുന്നത് കൊട്ടേഷൻ ഏറ്റെടുത്തെങ്കിൽ ആൽബി അന്ന് കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോഴേ അതിന്റെ എല്ലാ തലവും ചോദിച്ചറിയണമായിരുന്നു. അതല്ല നമ്മുടെ പണിയില്ലേ? അതല്ല. ഞാൻ പറയുന്ന ഒറ്റ വാക്കാണ്. ഈ കേസ് കേരള പോലീസിന്റെ നിലവിലുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തി തുടക്കം മുതൽ ഇന്നേ വരെ വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്, കേസിൽ പ്രതിയാകേണ്ട ആ ഗൂഢാലോചനയിൽ വരെ പ്രതിയാകേണ്ട എല്ലാവരും ഗൂഢാലോചനയിൽ പ്രതിയായിട്ടില്ല. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ഉന്നതന്മാർ തൊട്ട് താഴോട്ടുള്ള ആരും പ്രതിയായിട്ടില്ല. സുകുമാരക്കുറുപ്പിൻ്റെതായ സ്വത്തുവകകൾ പൂർണ്ണമായും കണ്ടുകെട്ടിയിട്ടില്ല. പ്രോസിക്യൂഷന് ശേഷം വെറുതെ വിട്ട പ്രതികൾക്കെതിരെ അപ്പീൽ കൊടുത്ത് അവരെ ശിക്ഷിപ്പിക്കാനുള്ള നടപടി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന കേരള പോലീസ് ജാഗ്രതയോടുകൂടി അന്വേഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഫലപ്രദമായി ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് 34.5 വർഷത്തെ സർവീസ് ജീവിതത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ കേസ് ഒരു താല്പര്യത്തോടു കൂടി പോയിട്ടില്ല എന്നാണ് എന്റെ വാദം. കേരളത്തിലെ ഒരു സത്യസന്ധ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കാണ് കേൾക്കുന്നത്. അദ്ദേഹം മരിച്ചു എന്ന് വരുത്തി തീർക്കേണ്ടത് ചിലരുടെയൊക്കെ അത്യാവശ്യമാണ്. അതിപ്പോഴും നടന്നുകൊണ്ടായിരിക്കുന്നത്. ഉടനെ പറയും, എവിടെയെങ്കിലും ചാനലിലോ എവിടെയെങ്കിലും ചർച്ച നടന്ന പറയും സിവിയർ അറ്റാക്ക് ആയിരുന്നു. ഈ സരസമ്മ ഇപ്പോഴും കുറുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം ഇവരിടയ്ക്ക് ഇപ്പോഴും കുവൈറ്റിലും ഒക്കെ പോയി വരുന്നുണ്ട്. ഈ 2 മക്കൾ അവരെ നുണപരിശോധന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കുറുപ്പിന്റെ ഭാര്യനെ നുണപരിശോധന ഈ ചർച്ച പോലും ഉണ്ടാവൂല. ഇങ്ങനെ കൈയോടിക്കാം. അല്ല, ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നപ്പോഴാണ് കുറുപ്പിനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. ഇപ്പൊ ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു ആഭ്യന്തരമന്ത്രിയാണ്. എന്റെ അഭിപ്രായത്തിൽ CBIക്ക് വിടുമായിരിക്കും കുറുപ്പിനെ കിട്ടാൻ നല്ലത്. എന്ത് CBI? ഇവിടെ ഈ റവാഡ ചന്ദ്രശേഖരൻ മലയാളി അല്ലാത്തത് കൊണ്ടും അദ്ദേഹം പ്രത്യേകിച്ച് ഇവരുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ടും ചിലപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അന്വേഷണത്തിനകത്തൊക്കെ ഒരു സംഭവം ഉണ്ട്. നെഞ്ചുവേനൊക്കെ ഇയാൾ പണ്ടേ ക്രിയേറ്റ് ചെയ്ത സംഭവം ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയാണ്. അതായത് രക്തമ്മേനൊക്കെ പറ്റിച്ചാണ് വെറുതെ. ഈ സംഭവത്തിൽ രക്തമ്മേന ഈ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നെ ബുദ്ധിയിൽ ഈ അന്വേഷണം അങ്ങോട്ട് തിരിച്ചുവിട്ടോ. അപ്പൊ ഈ കുറിപ്പ് ഈ വഴി കുവൈറ്റോട്ട് പോയിക്കളെ. ഇതൊക്കെ തന്നെ പറയണ ഇപ്പൊ കുവൈറ്റിൽ നിന്നും അങ്ങനെ ഇദ്ദേഹം എഴുതിയ ഒരു ഡയലോഗ് ഞാൻ ഇപ്പൊ പറയാ. എന്നെ ഇനി ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് കാക്കിയാണേലും കതറാണേലും. എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഖദറുമായിട്ട് ബന്ധപ്പെട്ട ആരാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് ആധികാരികമായിട്ട് ഖദറിനെയോ ഖദറുമായിട്ട് ബന്ധപ്പെട്ട ആളെയോ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പരിമിതിയുണ്ട്. ഇപ്പൊ ഇവർ ഇതുപോലെ പറയുന്ന പോലെ അപ്പൊ നമ്മൾ ഇൻഡയറക്ട്ലി ഒരു സൂചന കൊടുത്തതാണ്. അത് അറിയാവുന്നവർക്ക് അറിയാം. പറയാതിരിക്കാൻ പറ്റുന്നില്ല. പറയാതിരിക്കാനും പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നു വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും കുറുപ്പ് ലോകത്തെവിടെയോ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ്. കുറുപ്പ് ജീവിച്ചിരിക്കുന്നുണ്ടോ? ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം നാളെ രാത്രി 8:15. ഗുഡ് ബൈ.